ഹലോ. ഹലോ. തുടങ്ങാം. യെസ് സർ. ഓക്കെ. ആ നോട്ട് കഴിഞ്ഞ ആഴ്ച എടുത്തതിൽ നോക്കിയാ? കഴിഞ്ഞ ആഴ്ച ക്ലാസ് എടുത്ത ക്യാപിറ്റൽ ലെറ്റേഴ്സിന്റെ നോക്കിയാ? ആ പിന്നെ വേർ വി ക്യാൻ യൂസ് ക്യാപിറ്റൽ ലെറ്റേഴ്സ്? നെയിം ഓഫ് പീപ്പിൾ, പ്ലേസസ്, ഡേയ്സ്, മന്ത്, ടൈറ്റിൽ നെയിംസ്. ഓക്കെ. What about the job titles names, Job title. If job title is there, then how we can use capital letters? ജോബ് ടൈറ്റിൽ വരുമ്പോ Hmm. നെയിമിന്റെ കൂടെ തന്നെ വരികയാണെങ്കിൽ Hmm. ക്യാപിറ്റൽ ലെറ്റർ വരും. സെപ്പറേറ്റ് ആണെങ്കിൽ സ്മോൾ ലെറ്റർ. ഇതിന്റെ നെയിം ഇപ്പൊ നമ്മളിപ്പം പിന്നെ നെയിമിന് മുമ്പേ ക്യാപിറ്റൽ ലെറ്റർ ഇത് വന്ന് ജോബ് ടൈറ്റിൽ വന്നാൽ വി ഹാവ് ടു ക്യാപിറ്റലൈസ് ബോത്ത്. ആ നെയിമിന് ശേഷം വരുന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ക്യാപിറ്റലൈസ് ഓൺലി ദ നെയിം ഓഫ് ദ പീപ്പിൾ. ഓക്കെ. പിന്നെ ഞാൻ അത് അപ്പോസ്ട്രോഫിന്റെ ഞാൻ ഐ ഫോർഗോട്ട് ടു സെൻഡ് ദാറ്റ് ഓൺ. ഞാൻ അയച്ചുതരാം, വേറെ ദിവസം അയച്ചുതരാം. അത് വേറെ എഴുതിയ അപ്പോസ്ട്രോഫീസ് എന്നില്ല, അത് വായിച്ച മനസ്സിലാവുന്നതാണ്. വി ഡോണ്ട് വാണ്ട് ടു ഡിസ്ക്രൈബ് അബൌട്ട് ദാറ്റ് വൺ. ഓക്കെ, ഐ വിൽ സെൻഡ് യു ലേറ്റർ. ഓക്കെ, ഐ ഫോർഗോട്ട് ദാറ്റ് വൺ. ബട്ട് യു ഡിൻ റിമൈൻഡ് മീ ആൾസോ. അല്ല, നിങ്ങൾ റിമൈൻഡ് ചെയ്തിട്ടില്ല, ഞാൻ മറന്നുപോയി. ഓക്കെ. ഇന്നില്ലേ, ഇന്ന് നമ്മൾ എടുക്കുന്നത് എത്ര ആളുണ്ട് ഇപ്പം ഓൺലൈൻ? രണ്ടാൾ. കഴിഞ്ഞ ആഴ്ച അങ്ങനെ തന്നെ അല്ലേ? അല്ലേ, സഫാന ആൻഡ് മെഹ്റാജ്. മേറാജ്. കഴിഞ്ഞ ക്ലാസ്സിന് ഞാൻ ഉണ്ടായിട്ടില്ല. ഞാൻ സാറ് ക്ലാസ് കേട്ടിട്ടുണ്ടായിരുന്നു. അതെ, മേറാജ് ഉണ്ടായിട്ടില്ല, പറയാം. ഫീവർ ആയിരുന്നു. ഓക്കെ. ഡിഡ് യു റിക്കവർ ഫ്രം ദാറ്റ്? Are you okay now? Okay. Okay. Did you Yes, consult I'm any okay. doctor? Did you consult any doctor? Yes, sir. Yes. Now you are okay. Consulted. Now you are okay. Okay. Oh, now I am okay. ഇന്ന് നമ്മൾ ചെയ്യുന്നത് നമ്മളെ മോഡൽസ് കേട്ടില്ല. മോഡൽസ് പറഞ്ഞാൽ മോഡൽ വേർബ്സ്, MODALS ആണ് സ്പെല്ലിംഗ്. മോഡൽ വേർബ്സ് എന്നെല്ലാം പറയില്ലേ? ഇപ്പൊ നമ്മൾ ഫുഡ് അങ്ങനെയുള്ള കുറെ മോഡൽ വേർബ്സ് ഉണ്ടാവും. അപ്പൊ ഇന്ന് അതുപോലെ തന്നെ മോഡൽസിൽ നമ്മൾ പിന്നെ ഡിഡക്ഷൻ എന്ന് പറഞ്ഞാല് ഇംഗ്ലീഷിൽ ഡിഡക്ഷൻസ് പറഞ്ഞാൽ നമ്മൾ ഒരു നിഗമനത്തൂലെ അനുമാനിക്കും, ഊഹിക്കൽ നിന്നില്ലേ? നോട്ട് ഗസ് അല്ല, അതായത് നമ്മളൊരു നിഗമനത്തിലെത്തുമല്ലേ, ഇന്ന് ഉണ്ടാവും അങ്ങനെ ഉണ്ടാവുന്നല്ലേ. ചിലപ്പോൾ അതായിരിക്കും മെയിൻ എൻട്രൻസ്. ദാറ്റ് മസ്റ്റ് ബി ദ മെയിൻ എൻട്രൻസ്. മസ്റ്റ് കേട്ടില്ലേ? ദാറ്റ് മസ്റ്റ് ബി ദ മെയിൻ എൻട്രൻസ്. അപ്പൊ മസ്റ്റ് ഉപയോഗിച്ച് ചിലപ്പോൾ നമ്മൾ വേറെ എന്ന് പറയും, മൈറ്റ്, കുഡെല്ലാം ഉണ്ട്. നോട്ട് ഒരു ഫുൾ ഉറപ്പില്ല, നമ്മൾക്ക് ജസ്റ്റ് ഒരു അനുമാനം. ഇറ്റ് മേ റെയിൻ ടുഡേ അങ്ങനെ പറയുന്നില്ലേ, ജസ്റ്റ് അത് പറയാം. അതുപോലെ കാണ്ട്, നോട്ട് പോസിബിൾ. അപ്പൊ നമ്മൾ അങ്ങനത്തെ കാര്യങ്ങൾ ഇന്ന് പറയുന്നത് മോഡൽസ് ഡിഡക്ഷൻ അബൌട്ട് ദ പ്രസന്റ്. അത് എഴുതിക്കോട്ടെ, ഹെഡിങ് ഇപ്പം തന്നെ എഴുതിക്കോ, എന്നാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. യു ഹാവ് നോട്ട് ബുക്ക് റൈറ്റ്? അന്നതിനെ എഴുതിക്കോ, അന്നതിന് സൈഡ് എഴുതി അതവിടെ വെച്ചേട്ടെ. ക്യാപിറ്റൽ ലെറ്റേഴ്സിന്റെ അടുത്ത് അതിന്റെ കണ്ടിന്യൂ എഴുതിക്കോ. അപ്പോസ്ട്രോഫി ഞാൻ പിന്നെ ഒരു ദിവസം ആ നോട്ടിൽ എഴുതിയാൽ അപ്പോസ്ട്രോഫീസ് എന്ന് പറഞ്ഞിട്ട് എഴുതിയാൽ മതി. അപ്പോസ്ട്രോഫി പെട്ടെന്ന് വായിച്ച മനസ്സിലാകുന്നതാണ് കേട്ടോ. ഓക്കെ, ഇതിന്റെ കണ്ടിന്യൂ ആയിട്ട് എഴുതിക്കോ. ക്യാപിറ്റൽ ലെറ്റേഴ്സിന്റെ കണ്ടിന്യൂ ആയിട്ട് എഴുതിക്കോ. മോഡൽസ്, MODLS. Did you have any class on Monday? Last Monday? Did you attend the class last Monday? No, sir. You didn't No. have class? You didn't have? Yes, class. Yes, but you can't. You didn't attend. You couldn't attend. Maybe. Yeah, couldn't. Okay. I couldn't. Okay. Fever for more than 1 week. Okay, that's why. And Safwan also? Yes.
You joined that class, eh? Did you No, join no, that class? no, You I also? couldn't What happened? because my baby has fever for Oh, more. okay, that's okay. Because this season is like that, it's rainy Uh, season, we have to. Okay, communicable diseases will be there. Right? Okay, now baby is okay, right? yeah, but he's very stubborn, always crying. Oh, that's in a baby, that's why. ഞാൻ ഭയങ്കര ടയേർഡായി ഫുൾ ടൈം വേറെ ആരുടെ അടുത്തും പോവില്ല എടുത്തോണ്ട് നടക്കായി. Okay, you are a mother. You have to suffer those type of things. Yeah. That's that's the thing. Okay, then only you will become a mother. It's good mother. Good mother. Okay. അപ്പം എഴുതിയില്ലേ മോഡൽസ് എഴുതിയ മോഡൽസ് മോഡൽസ് MODELS MODELS മോഡൽസ് ഓക്കെ you are a big Argentina fan, eh? Vamos Argentina. Yes, final. Fine. Maybe will you think that you will win the cup? I'm not sure. But yeah, sure. I'm waiting. No. Really. Okay, wait for that one, eh? Wait and see what will happen. Yeah. But No. France eliminated. No, I am against because what happened, I always support European teams, against and Brazil, and I don't like Brazil and France, Brazil and this one, Argentina, since my childhood. Mm-hmm. That's the problem. Okay. Did you watch the match? No. But you are supporting Argentina, but you didn't watch the match, eh? The match is very late night. Okay, 12:30. That's the and final will be also same like that, same like that time. 12:30. Okay. Models ചെയ്തില്ലേ എന്നിട്ട് ഡിഡക്ഷൻസ് ചെയ്തോ മോഡൽസ് ഡിഡക്ഷൻസ് അബൌട്ട് ദ പ്രസന്റ് ഹെഡിങ് ആണോ അത് മൊത്തം? ഹെഡിങ് ചെയ്തോ മോഡൽസ് ചെയ്തോ എന്നിട്ട് ഡിഡക്ഷൻസ് അബൌട്ട് ദ പ്രസന്റ്. DI അല്ലടാ DEUCTIONS ഡിഡക്ഷൻസ് DEDUCTIONS ഡിഡക്ഷൻസ് അബൌട്ട് ദ പ്രസന്റ്. ഡിഡക്ഷൻസ് പറഞ്ഞാൽ നമ്മളൊരു അനുമാനം എന്നെല്ലാം പറയില്ലേ, ഒരു നിഗമനത്തിലെത്തുന്നില്ല. നിഗമനം എന്നെല്ലാം പറയുന്നത് നമ്മൾ ജസ്റ്റ് ഒരു ആയിരിക്കും അല്ലെങ്കിൽ അത് തീർച്ചയായിട്ടും എന്നെല്ലാം പറയുന്നില്ല. ചിലപ്പോൾ പ്രസന്റ്ലി ഇപ്പോൾ പ്രസന്റ് ടൈമിൽ നമ്മൾ പറയാം അത് ഓന്റെ വീടായിരിക്കും അല്ലെ, പിന്നെ ഓന്റെ വണ്ടി അടക്കാന്നിട്ട് നമ്മൾ പറയല്ലേ, നമ്മൾ പറയില്ലേ ഓന്റെ വണ്ടി അടക്കാണ്, അപ്പൊ അവന്റെ വീട് തീർച്ചയായിട്ടും നമുക്ക് ഉറപ്പിച്ച് ദാറ്റ് മസ്റ്റ് ബി ഹിസ് ഹൗസ്, ഹെർ കാർ ഈസ് ഇൻ ദ ഗാരേജ്, അല്ല ഹിസ് കാർ ഈസ് ഇൻ ദ ഗാരേജ്. അപ്പൊ നമ്മൾക്ക് ഉറപ്പിച്ചു അവന്റെ കാർ അടിയുണ്ട്, അപ്പൊ അവന്റെ വണ്ടി ആയിരിക്കും. അങ്ങനെയില്ല, അതാണ് ഒരു പിന്നെ നിഗമനം എന്നെല്ലാം പറയുന്നത് ഡിഡക്ഷൻസ്. അപ്പൊ ഇത് മോഡൽസ് ഡിഡക്ഷൻസ് അബൌട്ട് ദ പ്രസന്റ് എഴുതിയില്ല. ഇനി അടുത്ത് എഴുതുക. We can use modal verbs. We can use modal verbs for deduction. ഇതന്നെ സെയിം സ്പെല്ലിംഗ് ഡിഡക്ഷൻ, DEDUCTION ഡിഡക്ഷൻ. ഹൈഫൺ ഇടുക, ഒരു ഹൈഫൺ ഇടുക. Guessing if something is true. Guessing ഇല്ലേ, ഗസ്സിങ് GUESSING guessing. Sir, one more thing. ഒന്നുകൂടി പറയോ? We can use modal verbs. We can use modal verbs for deduction. Then hyphen. Guessing if something is true. Something is true. Using the available information. Using the available information.
ഒന്നാമത് അതിന്റെ മീനിങ് എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ നമ്മൾ ഗസ് ചെയ്യില്ലേ. അപ്പൊ നമുക്ക് ഈ മോഡൽ വേർബ്സ് നമ്മൾ ഉപയോഗിക്കുന്നത് ഡിഡക്ഷനെ വെച്ചാണ്, ഒരു നിഗമനത്തില് ഗസ്സിങ്. നമ്മൾ പറയാ നമ്മൾ കിട്ടിയ ഇൻഫോർമേഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഗസ് ചെയ്യുക. അത് സത്യമാണെന്നില്ല, ട്രൂ ആണെന്നില്ല കാര്യത്തിൽ നമ്മൾ വെച്ചിട്ട് ഇങ്ങനെ അറിയാം. ഇപ്പൊ നമ്മൾ ഒരു കാര്യം പറയുന്നില്ലേ, ഇപ്പൊ ഇതവിടെ ഇങ്ങനത്തെ ഇത് അത് ശരിയാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അതായിരിക്കും തീർച്ചയായിട്ടും, എന്താ വെച്ചാൽ ഇങ്ങനെയല്ല എനിക്ക് ഇൻഫോർമേഷൻ കിട്ടിയിട്ടെന്ന് പറയില്ലേ. അപ്പൊ നമ്മൾക്ക് കിട്ടിയ ഇൻഫോർമേഷൻ വെച്ചിട്ട് ഒരു ഗസ് ചെയ്യുക, എന്ന് വെച്ചാൽ അത് ശരിയായിരിക്കും അങ്ങനെ പറയുന്നത്. മനസ്സിലാ? ഫുൾ സ്റ്റോപ്പ്. ദി മോഡൽ വേർബ് വി ചൂസ്, the model verb we choose shows shows how certain we are about the possibility. How certain, certain, how certain we are about the possibility. We are about the possibility. അപ്പൊ ഇതിൽ നമ്മൾ പറയുന്നത് പ്രസന്റ്ലി ഫ്യൂച്ചറിലെയും ഡിഡക്ഷനെ കുറിച്ചാണ് പറയുന്നത്. അത് ജസ്റ്റ് അറിഞ്ഞാൽ മതി. അപ്പൊ അതിന്റെ സൈഡ് ഹെഡിങ് എഴുതുക, മസ്റ്റ് എന്ന് എഴുതുക. മസ്റ്റ്, സൈഡിൽ മസ്റ്റ്. ഓക്കെ, വി യൂസ് മസ്റ്റ്. We use must when we feel sure that something is true. Something is true. Something is true. Or it is the only realistic possibility. Something is true or it is the only realistic possibility. വായിച്ചാൽ മനസ്സിലായില്ലെന്ന സംഭവമില്ലേ? നമ്മള് ഒരു നമുക്ക് ഉറപ്പിക്കോ ട്രൂ ആയിട്ട്. അപ്പൊ നമ്മൾക്കില്ലേ ശരിയായ സാധ്യത വെച്ചിട്ട് പറയാം, ഒരു പോസിബിൾ എന്നല്ലേ, അത് ഉറപ്പിൽ റിയലിസ്റ്റിക് യഥാർത്ഥമായ കാരണം വെച്ചിട്ട് നമ്മൾ പറയാം ഇത് ഉറപ്പാണ്. നമ്മൾക്ക് ഉറപ്പിച്ചു വെക്കുക കേട്ടാ, നമ്മൾക്ക് ഉറപ്പാന്നില്ല. അപ്പൊ അതിന്റെ എക്സാമ്പിൾ ചെയ്തോ. ദിസ് മസ്റ്റ് ബി ഹെർ ഹൗസ്. എക്സാമ്പിൾ ആണ്, ദിസ് മസ്റ്റ് ബി ഹെർ ഹൗസ്. Full stop. I can see her car. I can see her car in the garage. I can see her car in the garage. ഇതിപ്പോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇതൊന്നും സംഭവം നമ്മൾ ഉറപ്പിച്ച് പറയുന്നില്ലേ, എങ്ങനെയാണ് എടാ ഇത് അവളെ വീട് തന്നെയാണെന്ന് സംഭവം എന്ന് വെച്ചാല് ഞാൻ ഓളെ വണ്ടി അവിടെ ഗാരേജിൽ കാണുന്നുണ്ട്, അങ്ങനെ പറയില്ലേ. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, നമ്മൾ മലയാളത്തിൽ പറയുന്നത്, പക്ഷെ നമ്മളത് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. ദാറ്റ് മസ്റ്റ് ബി, കണ്ടാ, ദാറ്റ് മസ്റ്റ് ബി. നമ്മളല്ലോ ചിലപ്പോ അവന്റെ പ്ലാൻ ആയിരിക്കും, ദാറ്റ് മസ്റ്റ് ബി ഹിസ് പ്ലാൻ, അവന്റെ പദ്ധതി ആയിരിക്കും നമ്മൾ പറയാം. അപ്പൊ അതേപോലെ ദിസ് മസ്റ്റ് ബി ഹെർ ഹൗസ്, അവളെ വീടായിരിക്കും ഉറപ്പിച്ച്. എന്തുകൊണ്ടാണ് ഉറപ്പിക്കാൻ സാധ്യത? കാരണം എന്ന് വെച്ചാല് ഒരു അവൈലബിൾ ഇൻഫോർമേഷൻ വെച്ച്, എന്ന് വെച്ചാൽ ഓളെ വണ്ടി അടക്കാം. ഐ ക്യാൻ സീ ഹെർ കാർ ഇൻ ദ ഗാരേജ്. ആ ഗാരേജിൽ ഓളെ വണ്ടി കാണുന്നുണ്ട്, അവളെ വണ്ടി കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്താ, അത് ഓളെ ഉറപ്പ് തന്നെ, വേറെ ആരും വണ്ടി അങ്ങനെ വെക്കൂല. മനസ്സിലാ? ഓക്കെ. ഇനി അടുത്ത എക്സാമ്പിൾ. he must live near here. He must live near here. Because he always walks on a WALKS. He always walks to work.
കാരണം ഇപ്പൊ നോക്കണം നമ്മൾ ഉപയോഗിച്ച സെന്റൻസ് നോക്കണം എല്ലാം സിമ്പിൾ പ്രസന്റിൽ ഉപയോഗിക്കുന്ന സെന്റൻസ് ആണ്. നമ്മളിപ്പോ ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലാവില്ല. കണ്ട എവിടെയാ സിമ്പിൾ പ്രസന്റ് ഉപയോഗിക്കുന്നുണ്ടോ? അപ്പൊ നമ്മൾ സാധാരണ പ്രസന്റിലെ കാര്യം പറയുന്നത് ഹി മസ്റ്റ് ലിവ് നിയർ ഹിയർ എന്ന് വെച്ചാല് അവള് ഇവിടെ അടുത്തവിടെ താമസിക്കുന്ന ഉറപ്പാണ്. എന്താണെന്ന് വെച്ചാല് മനസ്സിലാ അവൻ ഇവിടെ അടുത്താണ് താമസിക്കുന്നത്. കേട്ടില്ലേ? അല്ല, നടന്നിട്ടാ വരുന്നതല്ലേ? അങ്ങനെ സംഭവം എപ്പോഴും നടന്നിട്ടാണ് ജോലിക്ക് പോകുന്നത്. കണ്ടാ നമ്മൾ എന്താ സിമ്പിൾ സ്ഥിരമായി ചെയ്യുന്ന ഒരു കാര്യം പറയുമ്പോ നാടാ വാക്സ് എന്ന് പറഞ്ഞേ. കണ്ടാ ഹി സിംഗുലർ സബ്ജക്ട് സിംഗുലർ ആണ്. അപ്പൊ ഹി ഓൾവേസ് എല്ലായ്പ്പോഴും അവൻ നടന്നിട്ടാ ജോലിക്ക് പോകുന്നത്. കണ്ടാ അപ്പൊ നമ്മൾ ഉറപ്പിക്കും അയാടെ അപ്പൊ അവനെ നടന്നിട്ടാണല്ലോ പോകുന്നത്. അപ്പൊ ഇവിടെയോ താമസിക്കുന്നു അങ്ങനെ പറയില്ല. ഇവിടെയോ നിൽക്കുന്നതില്ലേ പറയില്ല. നമ്മൾ താമസിക്കുന്നത് ഇവിടെ അടുത്തുവടിയാണ്. അപ്പൊ അവനെപ്പോഴും ജോലിക്ക് പോകുന്നത് നടന്നിട്ടാണ്. കണ്ടാ ആടെ മസ്റ്റായി ഉറപ്പിച്ച് നമ്മൾ റിലേറ്റീവ് പോസിബിലിറ്റി വെച്ചിട്ട് ഉറപ്പിച്ചു. ക്ലിയർ ആയില്ലേ? മനസ്സിലായില്ലേ എങ്ങനെ മസ്റ്റ് ഉപയോഗിച്ചത്? ഇനി അടുത്ത സെന്റൻസ്, അടുത്ത എക്സസൈസ് അല്ല സോറി എക്സാമ്പിൾ. കം ഇൻസൈഡ് കം ഇൻസൈഡ് കം ഇൻസൈഡ് ആൻഡ് ഗെറ്റ് വാം. കം ഇൻസൈഡ് ആൻഡ് ഗെറ്റ് വാം. WARM ആണ് വാം. കം ഇൻസൈഡ് ആൻഡ് ഗെറ്റ് വാം. ഫുൾ സ്റ്റോപ്പ്. You must be freezing out there. You must be freezing out there. You must be freezing out there. എന്നിട്ട് there എന്നിട്ടാകുമ്പോൾ ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് അല്ലെ സെന്റൻസ് ലാസ്റ്റ് ഒരു നമ്മൾ എക്സ്ക്ലമേറ്റ് ഇത് പറയുന്നത് എക്സ്ക്ലമേഷൻ സെന്റൻസ് എക്സ്ക്ലമേഷൻ മാർക്ക് ഇടും. എക്സ്ക്ലമേഷൻ മാർക്ക് അറിയില്ലേ? ഓക്കെ. അപ്പൊ ഇത് നോക്കറ ഇതൊന്നായിരിക്കും സെന്റൻസ് എങ്ങനെയായിരിക്കും. അപ്പൊ നമ്മളിപ്പോ യൂറോപ്യൻ കൺട്രിയിലും നല്ല ഒരു തണുപ്പിലെ സ്ഥലത്തെല്ലാം നമ്മളിപ്പോ അധികവും പുറത്ത് നല്ല ഫുൾ ഐസെല്ലാം വരുന്നുണ്ടാവും അല്ലെ? ഭയങ്കര ഫ്രീസ് ആയിട്ട് വരുന്നുണ്ടാവും. ഉള്ളിൽ അവരെ വീടിന്റെ ഉള്ളിലെല്ലാം കണ്ടു നമ്മൾ ഫിലിമെല്ലാം കാണുന്നില്ലേ? ഒരു ഫയറെല്ലാം വെച്ചിട്ട് നമ്മളെ ഒരു ഫയറിന്റെ ഇത് കണ്ടില്ലേ? എക്സാമ്പിൾ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമോ? ഞാൻ പറയാം. കം ഇൻസൈഡ്. കം ഇൻസൈഡ് കം ഇൻസൈഡ് ആൻഡ് ഗെറ്റ് വാം. എഴുതിയില്ലേ? കം ഇൻസൈഡ് ആൻഡ് ഗെറ്റ് വാം ഫുൾ സ്റ്റോപ്പ്. യു മസ്റ്റ് ബി ഫ്രീസിങ് ഔട്ട് ദർ. കിട്ടിയാ? ഓക്കെ സർ. അപ്പൊ ഇതിൽ കണ്ടില്ലേ നമ്മളിപ്പം പുറത്തില്ലേ ഇപ്പൊ ഇവിടെയല്ലേ നമ്മള് ഈ പുറത്തിലെ രാജ്യം ഇപ്പൊ യൂറോപ്പിലെല്ലാം കണ്ടിട്ടുണ്ടാവും ചില സ്ഥലത്ത് നമ്മൾ ഫിലിമിലും കാണാം. അപ്പൊ പുറത്തെല്ലാം ഐസ് ഇങ്ങനെ മഞ്ഞെല്ലാം വീഴുന്നുണ്ടാവും. അപ്പൊ ഉള്ളില് ഒരു ഫയറിന്റെ ഇത് കണ്ടില്ലേ? അവരോരോ ഏതെങ്കിലും സെൻട്രൽ ഹാളിലോ ഏതെങ്കിലും ഒരു ഹാളിൽ ചെറിയൊരു ഫയറിന്റെ ഇത് ഉണ്ടാവും. കണ്ടില്ലേ? അതേപോലെ തന്നെ അപ്പൊ ഇപ്പം പറയുന്ന എക്സാമ്പിൾ നിങ്ങൾ നോക്ക്. കം ഇൻസൈഡ് പുറത്ത് ഇങ്ങനെ നല്ല ഐസിന്റെ എല്ലാം വീഴുന്നുണ്ട്. അപ്പൊ നമ്മൾ ഒരു ഉള്ളിൽ കയറി കം ഇൻസൈഡ് ഉള്ളിലേക്ക് പോവാ. എന്നിട്ട് ഗെറ്റ് വാം. ഗെറ്റ് വാം എന്ന് പറഞ്ഞാൽ നീ കുറച്ച് നമ്മൾ ഗെറ്റ് വാം എന്ന് പറഞ്ഞാൽ കുറച്ച് ചൂടാന്ന് പറഞ്ഞാൽ ആ തണുപ്പെല്ലാം പോട്ടെന്ന് പറഞ്ഞില്ലേ? യു മസ്റ്റ് ബി ഫ്രീസിങ് ഔട്ട്. നീ ചിലപ്പോൾ പുറത്തുനിന്ന് ഭയങ്കര ഫ്രീസ് ആയിട്ട് ഉണ്ടാവുക. അതുകൊണ്ട് ഉള്ളിൽ വന്നിട്ട് കുറച്ച് വാമാകും. ഓക്കെ ഗോട്ട് ഇറ്റ്? അപ്പൊ ഇതെല്ലാം മസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ട് പറയുന്ന കാര്യങ്ങൾ ട്രൂ പ്രസന്റ്. ഇനി നെക്സ്റ്റ്. തീർച്ചയായിട്ടും പറയാം. നമ്മളിങ്ങനെ ആയിരിക്കും നമ്മൾ ഉറപ്പിച്ച് പറയുന്നു ഇതിങ്ങനെ ആയിരിക്കും എന്നില്ല. ഓക്കെ അങ്ങനെ ഗസ് ചെയ്ത് പറഞ്ഞു കേട്ടാ. അതിന് നീ ഒരു ഇതിലെത്തുക നമ്മളെ മസ്റ്റ് അങ്ങനെ ആയിരിക്കാൻ സാധ്യത എന്നെല്ലാം പറയാം. ഇനി അടുത്തത് മൈറ്റ് കോമ മേ കുട്ട്. ഇത് മൂന്നും ഒരുമിച്ച് ചെയ്ത മൈറ്റ് കോമ മേ കോമ കുട്ട്. അവിടെ ഒരു കാര്യം ചോദിച്ചേക്കട്ടെ. നിങ്ങള് സ്റ്റേഷനറി ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞാണേ അറിയാൻ നോക്കട്ടെ. സ്റ്റേഷനറി 2 എണ്ണം ഉണ്ട്. സ്റ്റേഷനറി എന്നുള്ള വേർഡിൽ ഒറ്റ സ്പെല്ലിങ്ങിന്റെ മിസ്റ്റേക്കിൽ അതിന്റെ മീനിങ് മാറുന്നുണ്ട്. അങ്ങനെ സംഭവം. സ്റ്റേഷനറി കേട്ടില്ലേ? സ്റ്റേഷനറി. അപ്പൊ ഈ സ്റ്റേഷനറി തന്നെ 2 സ്റ്റേഷനറി ഉണ്ട്. പക്ഷെ ഒരു സ്പെല്ലിങ്ങിന്റെ ഇതിലാണ് അർത്ഥം മാറുന്നത്. ഒരു വേർഡ് ഒരു സ്പെല്ലിംഗ് ഒരു വേർഡ് മാറിക്കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം മീനിങ് മാറി. നിങ്ങളിപ്പോ സ്റ്റേഷനറി ഐറ്റംസ് വാങ്ങിക്കുന്നില്ലേ? പെന്ന് പെൻസിൽ പേന പെൻസിൽ അതെല്ലാം വാങ്ങിക്കുന്നത്. അത് സ്റ്റേഷനറി. അതിന്റെ സ്പെല്ലിംഗ് എന്നാ? NAL അത് NE. അത് സ്റ്റേഷനറി. നമ്മളെ സ്റ്റേഷനറി ഐറ്റംസ്. ഈ മൂവ് ചെയ്യാത്തൊരു സ്ഥലത്തിനെ പറയാം നമ്മൾ ഒരു മൂവ് ചെയ്യാത്തൊരു ഷോപ്പ് ഇങ്ങനെ പറയും. സാധാരണ സ്റ്റേഷനറി പോസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡിങ് സ്റ്റിൽ അവിടെ തന്നെ നിൽക്കുക. അത് NARY.
ആ നമ്മളിപ്പോ പേന പെൻസിലാലും വഹിക്കുന്നതിന് സ്റ്റേഷനറി ഐറ്റംസ് നമ്മളെപ്പോ തെറ്റിദ്ധരിക്കുന്ന ഒരു സാധനമാണ്. സ്റ്റേഷനറി NERY. മോഷൻസ് ഇല്ലാത്ത മൂവും ചെയ്യാത്ത ഒരു സ്ഥലത്തിന് പറയാം സ്റ്റേഷനറി മോഷൻ എന്ന് പറഞ്ഞാൽ STATIONARY. അത് NARY. ഇത് നമ്മൾ സ്റ്റേഷനറി ഐറ്റംസിൽ വരുന്നത് NERY. ഓക്കെ. നമ്മൾ ചെറിയ മൈന്യൂട്ട് മിസ്റ്റേക്ക് നമ്മൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. നമ്മളത് നോക്കൂലപ്പോ. അങ്ങനെയല്ല പറയുന്നത്, ആരും ശ്രദ്ധിക്കൂല അത്. മനസ്സിലായോ? അപ്പൊ ഇപ്പൊ മനസ്സിലായില്ല എന്നാ രണ്ടും തമ്മിൽ വ്യത്യാസം. ആ നമ്മൾ ചെറിയ സ്പെല്ലിങ്ങിൽ അത് നോക്കുന്ന ആളുണ്ട്. നമ്മൾ സാധാരണയിൽ പറയില്ല, നമ്മൾ ചില കാര്യത്തിൽ നമ്മൾ അതേപോലെ ചില കുട്ടികൾ ഇപ്പൊ എഴുതുന്ന ചില കുട്ടികൾ ഇപ്പൊ എഴുതുന്നുണ്ട് കോളേജിന്റെ സ്പെല്ലിങ് COLLAGE. COLLAGE എന്ന് കോളേജിന്റെ സ്പെല്ലിംഗ് ഇപ്പൊ എഴുതുന്നുണ്ട്. ശരിക്കുള്ള സ്പെല്ലിംഗ് എന്നാ COLLEGE അല്ലേ? ഇപ്പം ചില കുട്ടികൾ കോളേജിൽ കൊണ്ടിരിക്കുന്ന കുട്ടികൾ തന്നെ COLLAGE. മനസ്സിലായോ? ആ അതില്ലേ അടുത്ത ഇതേ മൈറ്റ് മേ കുഡ് എഴുതിയോ? എഴുതി. ആ എന്നെ എഴുതിയോ? വി യൂസ് മൈറ്റ് മേ ഓർ കുഡ്. വി യൂസ് മൈറ്റ് മേ ഓർ കുഡ് to say that. We use might, may or could to say that we think something is possible. We think something is possible, but we are not sure. We use might. ഞാൻ പറഞ്ഞടാ. We use might, may or could to say that we think something is possible. But we are not sure. എഴുതിയാ? ഉം. ഇനി അടുത്തത് അതിന്റെ എക്സാമ്പിൾ ഇരിക്കേ. She is not here yet. She is not here yet. She is not here yet. ഫുൾ സ്റ്റോപ്പ് ചെയ്തോ. അപ്പൊ അതിന്റെ അർത്ഥം എന്നാ? അവൾ ഇതുവരെയായിട്ട് ഇവിടെ എത്തിയില്ല എന്ന് നമ്മൾ പറയുന്നില്ലേ? എറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടായി. എറ്റൽ ഓർമ്മയില്ലേ? എറ്റ് സ്റ്റില് അന്ന് ഞാൻ ഏതോ ക്ലാസ് എടുത്തിനല്ലേ? ഓൾറെഡി. എറ്റ് സ്റ്റിൽ ഓൾറെഡി. ഓക്കെ. അപ്പൊ ഷീസ് നോട്ട് ഹിയർ എറ്റ് എന്ന് പറഞ്ഞാല് അവള് ഇവിടെ ഇതുവരെ എത്തിയില്ലേ? ഫുൾ സ്റ്റോപ്പ്. ഷീ മൈറ്റ് ബി സ്റ്റക്ക് ഇൻ ട്രാഫിക്. ഷീ മൈറ്റ് ബി സ്റ്റക്ക് ഇൻ ട്രാഫിക്. ഷീ മൈറ്റ് ബി മൈറ്റ് നമ്മള് എന്താ വെച്ചാല് ഒരു പോസിബിൾ, സംതിങ് ഈസ് പോസിബിൾ ബട്ട് നോട്ട് ഷുവർ. അപ്പൊ നമ്മൾ പറയുന്ന ഓള് ഇതുവരെ എത്തിയില്ല, ചിലപ്പോ പറയുന്നില്ലേ? അവൾ ട്രാഫിക്കിൽ പെട്ടിട്ടുണ്ടാവും, സ്റ്റക്ക് ആയിട്ടുണ്ടാവും. ഇനി അടുത്ത എക്സാമ്പിൾ. ഈസ് നോട്ട് ആൻസറിങ്. ഈസ് നോട്ട് ആൻസറിങ്. ഈസ് നോട്ട് ആൻസറിങ്. ഫുൾ സ്റ്റോപ്പ്. He could be in class. He could be in class. He could be in class. കണ്ടോ അവിടെ കുഡ് ഉപയോഗിച്ച്. ഇനി അടുത്ത എക്സാമ്പിൾ. We regret to inform you. We regret, REGRET. We regret to inform you that. We regret to inform you that. Some services may be delayed. 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 May be delayed. Delayed due to bad weather. Due to bad weather.
അത് മനസ്സിലായിട്ടുണ്ടാവില്ലേ എന്താ സംഭവം? ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ടെൽ മീ ദ മീനിങ് ഓഫ് ദിസ് സെന്റൻസ്. വെതർ കാരണം ചില സർവീസസ് ഡിലേ ആവാൻ ചാൻസ് ഉണ്ട്. ചില ചാൻസ് ഉണ്ട്, ഉറപ്പില്ല, നമുക്ക് മസ്റ്റല്ല. അപ്പൊ മനസ്സിലായില്ല കാര്യങ്ങൾ എന്താ? ചില സർവീസ് മേ ബി. അപ്പൊ ഇതിൽ തന്നെ എല്ലാം നോക്കാം, എല്ലാം ഒരു നമ്മൾക്ക് ഒരു ഷുവർ അല്ലാത്ത കാര്യങ്ങളാണ്. ആദ്യത്തെ പറഞ്ഞ് നമ്മളെന്നാ ഇത് പറഞ്ഞ ട്രാഫിക്കിൽ സ്റ്റക്ക് ആയിരുന്നു. രണ്ടാമത്തെ ആൻസറിങ് ചിലപ്പോൾ ക്ലാസ്സിലായിരിക്കും എന്ന് പറഞ്ഞ് മൂന്നാമത്തെ സെന്റൻസിൽ പറയുന്നത് നമ്മൾ മേ ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരു റിഗ്രറ്റ് ചെയ്യുന്നു, ഇനി നിങ്ങളെ അറിയിക്കാൻ വേണ്ടി. എന്താ സംഭവം എന്ന് വെച്ചാൽ ചിലപ്പോൾ ചില സർവീസ് ഡിലേ ചെയ്യാൻ സാധ്യതയുണ്ട്. എന്നാൽ എന്തുകൊണ്ട്? മോശം കാലാവസ്ഥ കാരണം. മനസ്സിലായില്ലേ? ഇനി അടുത്ത എക്സാമ്പിൾ അല്ല, ഒരു പാരഗ്രാഫ് ആയിട്ട് എഴുതുക. ഇത് ദേ ഓൾ ഹാവ്, എല്ലാത്തിനും ഒരേ അർത്ഥമാണ് വരുന്നത്. അപ്പൊ എഴുതിക്കുക ദേ ഓൾ ഹാവ് ദ സെയിം മീനിങ്. ദേ ഓൾ ഹാവ് ദ സെയിം മീനിങ്. They all have the same meaning. But may is more formal. May is more formal than might and could. They all have the same meaning, but may is more formal than might and could. അത് മനസ്സിലായിട്ടുണ്ടാവില്ല. എന്താ വെച്ചാല് നമ്മൾ എല്ലാത്തിനും ഒരേ അർത്ഥം തന്നെ, ഈ മേയും കുഡ് എല്ലാത്തിനും ഒരേ അർത്ഥം തന്നെ വരുന്നത്, മീനിങ്ങിനെ വരുന്നത്. പക്ഷെ മേ ആണ് കുറച്ചും കൂടി മൈറ്റിനെ കാട്ടിയും അതുപോലെ കുഡിനെ കാട്ടിയും ഫോമൽ. നമ്മൾ പറഞ്ഞ ഫോമൽ വേല സംസാരിക്കുന്ന മേ ഉപയോഗിക്കുക. യു ഗോട്ട് ഇറ്റ് റൈറ്റ്? ഇനി ലാസ്റ്റ് വൺ, കാണ്ട്. കാണ്ട് സൈഡ് ഹെഡിങ് ചെയ്തു. We use can't when we feel sure that something is not possible. അപ്പൊ കണ്ട, കാണ്ട് ഉപയോഗിച്ച ഒന്ന് അത് സാധ്യമല്ല എന്ന് പറയുന്നത്, നോട്ട് പോസിബിൾ കേട്ടാ. അതിന്റെ എക്സാമ്പിൾ എഴുതുക. നോട്ട് പോസിബിൾ ആയതില്ലേ? അതിന്റെ എക്സാമ്പിൾ, ഇറ്റ് കാൺ ബി ഫാർ നൗ. ഇറ്റ് കാൺ ബി ഫാർ നൗ. ഇറ്റ് കാൺ ബി ഫാർ നൗ. It can't be far now. It can't be far now. Full stop. We have been driving for hours. HOURS. എഴുതിയാ? അപ്പൊ ഇതിന്റെ മീനിങ് എന്ന സംഭവം എന്നായിരിക്കും? ഇത് നോട്ട് പോസിബിൾ ആണ്. എന്ന് വെച്ചാല് നമ്മളിപ്പം ഡ്രൈവ് ചെയ്ത് ഇങ്ങനെ പോകും. കുറേ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് പറയില്ലേ, എടാ ഇനി അത്രയും ദൂരം ഒന്നും ഉണ്ടാവില്ല അല്ലേ? അങ്ങനെ പറയില്ലേ? എന്ന് വെച്ചാല് നമ്മൾ മണിക്കൂറുകളോളം ഡ്രൈവ് ചെയ്തു. അപ്പൊ നമ്മൾ പറഞ്ഞ ഇറ്റ് കാൺ ബി ഫാർ നൗ. കുറച്ചും കൂടി അത്രയൊന്നും ആയിരിക്കില്ല, വളരെ ദൂരം ഉണ്ടാവില്ല. ഇറ്റ് കാൺ ബി ഫാർ നൗ. വി ഹാവ് ബീൻ ഡ്രൈവിംഗ് ഫോർ അവേഴ്സ്. മനസ്സിലായി? നോട്ട് പോസിബിൾ ആണ്. കുറെ ഓടി. അപ്പൊ നമ്മൾ വിചാരിക്കുന്ന അത് അത്ര ദൂരം ഉണ്ടാവില്ല, എത്താനായിട്ടൊന്നും അറിയില്ലേ? അതാണ് സംഭവം. ക്ലിയർ ആയില്ലേ? ഇനി അടുത്ത എക്സാമ്പിൾ, ഷീ കാൺ നോ അബൌട്ട് ദ കംപ്ലൈന്റ്. ഷീ കാൺ നോ about the complaint. She can't know about the complaint. Full stop. She has promoted him to team leader. She has promoted him to team leader.
ഓക്കെ. ആ ഇതിപ്പോ സഫാനക്ക് വന്ന ഇതാണ് ആ സെന്റൻസ് നിന്നെ ഉദ്ദേശിച്ചുള്ള സെന്റൻസ് ആയിരുന്നു നിൽക്കേ. നീ ഇപ്പൊ ഒരു കാര്യം പറഞ്ഞില്ലേ കുറച്ചു മുമ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോ ബേബി എന്റെ അടുത്തൊന്നും തോന്നില്ല നോക്കിക്കേ. ഇത് നോക്കിക്കേ, സെന്റൻസ് നോക്കിക്കേ. ഇറ്റ് കാൺ ബി ഈസി ഫോർ ഹിം. ഇവിടെ ഹിമ്മയില്ലേ, ജസ്റ്റ് മാറ്റി മതി. ഇറ്റ് കാൺ ബി ഈസി ഫോർ ഹിം. എഴുതാനാ? എഴുതിക്കോ. എക്സാമ്പിൾ നിനക്കില്ല എന്നല്ല, ഞാൻ പൊതുവെ പറഞ്ഞ ജസ്റ്റ് തുടങ്ങുമ്പോ ഒരു കാര്യം എന്നോട് പറഞ്ഞില്ലേ, അതുകൊണ്ട് ഞാൻ പറഞ്ഞ. ഇറ്റ് കാൺ ബി ഈസി ഫോർ ഹിം, കോമ, ലുക്കിംഗ് ആഫ്റ്റർ ലുക്കിംഗ് ആഫ്റ്റർ ത്രീ കിഡ്സ് മോളെ ലുക്കിംഗ് ആഫ്റ്റർ ത്രീ കിഡ്സ് ആ ഓൺ ഹിസ് ഓൺ. ഓൻ എഴുതുക. ഓൺ ഹിസ്, ഓൺ ഹിസ്, പിന്നെ ലാസ്റ്റ് ഓൺ, OWN. ആ. എന്നാ അതിന്റെ അർത്ഥം പറഞ്ഞ. അതിന്റെ മീനിങ് ഒന്ന് പറഞ്ഞ. നോക്കല് ഈസി അല്ലാന്ന്. അത്ര നേരത്തെ ഈസി ഇപ്പൊ പറഞ്ഞില്ലേ, ഇപ്പൊ നേരത്തെ നീ ലാസ്റ്റ് എന്ന് പറഞ്ഞ ബേബി ഏടി പോക്കില്ല അല്ല കുട്ടി, ഞാൻ ഇതായോണ്ട് അതിപ്പോ അത് ഹിംന്നുള്ളത് കാരണാക്കിയാ മതി. ആ അല്ല മനസ്സിലായി, സംഭവം മനസ്സിലായില്ല എന്ന് അർത്ഥമില്ലേ? ഓക്കെ. ആയില്ലേ? ഇനി ആ. ഇതിന്റെ എല്ലാത്തിന്റെ എക്സാമ്പിൾ താഴത്തെ എഴുതിക്കോ. ഓരോന്നിന്റെ എക്സാമ്പിൾ നോക്കിക്കേ. ദാറ്റ് മസ്റ്റ് ബി ദ എക്സാമ്പിൾ ആണ് എല്ലാത്തിന്റെ. കഴിഞ്ഞു, ലാസ്റ്റ് ആയി, തീർന്നു. ദാറ്റ് മസ്റ്റ് ബി ദ മെയിൻ എൻട്രൻസ്. That must be the main entrance. Full stop. I can see people queuing എന്ന് പറഞ്ഞാൽ ക്യൂവിന്റെ അപ്പുറം ING ചേർത്താൽ മതി. അപ്പൊ നമ്മളവിടെ കണ്ടുകൊണ്ടിരിക്കുക, ചെയ്തുകൊണ്ടിരിക്കുക. That people queuing, QUEUING. QUEUING. ക്യൂവിന്റെ സ്പെല്ലിംഗ് അറിയില്ലേ? വെറും ക്യൂവിന്റെ സ്പെല്ലിംഗ് എന്നാ? QUEU. ഓക്കെ. QUEUE. ക്യൂയിങ്. ഇത് മനസ്സിലാ? ക്യൂയിങ് എന്ന് പറഞ്ഞാൽ QUEUING. ക്യൂയിങ് ടു ഗെറ്റ് ഇൻ. ക്യൂയിങ് ടു ഗെറ്റ് ഇൻ. അപ്പൊ എന്താ പറയുന്നത്? നമ്മൾ ഉറപ്പിച്ച് പറയുന്നത് എന്തുകൊണ്ടാണ്? അതായിരിക്കും മെയിൻ എൻട്രൻസ്. ഉറപ്പിച്ച്. എന്തുകൊണ്ടാ? കാരണം എന്നാ? അതിന് അവൈലബിൾ അവിടെ കുറെ ആൾക്കാർ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിട്ട്, അകത്തേക്ക് കയറാൻ വേണ്ടി ലൈൻ നിൽക്കുന്നുണ്ട്. മനസ്സിലായി? ക്യൂ നിൽക്കുന്നുണ്ട്. ക്ലിയർ അല്ലേ? അപ്പൊ ഉറപ്പിച്ച്. ഇനി അടുത്തത് സെക്കൻഡ് എക്സാമ്പിൾ. ഐ ഹാവ് ലോസ്റ്റ് മൈ കീസ്. I have lost my keys. I have lost my keys. Full stop. ആണ്. They might be at work. Or they could be in the car. അതെന്നാ അർത്ഥം? എന്താ മീനിങ്? വാട്ട് യു മീൻ? എന്റെ കീ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് നമ്മളിപ്പോ ഐ ഹാവ് ലോസ്റ്റ് പറഞ്ഞാൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ പറയില്ല, പ്രസന്റ് പെർഫെക്റ്റ്. അത് ഐ ഹാവ് ലോസ്റ്റ് മൈ കീസ്, എന്റെ കീ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ചിലപ്പോൾ അത് നോട്ട് ഷുവർ, ഒന്നിക്കൽ എവിടെ ഉണ്ടാവും? ദേ മൈറ്റ് ബി അറ്റ് വർക്ക്, ചിലപ്പോൾ ജോലി സ്ഥലത്തായിരിക്കും. ഓർ ദേ കുഡ് ബി ഇൻ ദ കാർ, നോട്ട് ഷുവർ കേട്ടാ. ഒന്നിക്കൽ കാറിലായിരിക്കും, അല്ലെങ്കിൽ ഇത് നമ്മൾ ഉറപ്പിച്ച് പറയുന്നതിനെ മസ്റ്റ് പറയാം. പിന്നെ അടുത്ത ഇനി യു കാൺ ബി ബോർഡ് ഓൾറെഡി. അടുത്ത സെന്റൻസ് യു കാൺ ബി ബോർഡ്, BORED. യു കാൺ ബി ബോർഡ് ഓൾറെഡി. എന്റെ എക്സ്ക്ലമേഷൻ മാർക്ക് ഇടുക. യു കാൺ ബി ബോർഡ് ഓൾറെഡി, എക്സ്ക്ലമേഷൻ മാർക്ക്.
Exclamation. You have only been you have only been here 5 minutes. You can't be bored already! Exclamation mark. You have only been here 5 minutes. അതിന്റെ അർത്ഥം എന്നാ സംഭവം? ഓൾറെഡി ബോറായി. അങ്ങനല്ലടാ, ഇത് നോട്ട് പോസിബിൾ അല്ലേ? യു കാൺ ബി ബോർഡ് ഓൾറെഡി. ബോറടിച്ചിട്ടുണ്ടാവില്ല എന്ന് പറയുന്നത്. നീക്ക് പോസിബിൾ നോട്ട് പോസിബിൾ എന്ന് വെച്ചാൽ നീ ആകെ 5 മിനിറ്റ് അതിൻ്റെ ഇവിടെ വന്നിട്ട് എന്ന് പറയുന്നത്. നമ്മൾ കുറേ സമയം നമ്മളിവിടെ ഒരാളെ വെയിറ്റ് ചെയ്യുന്നത് ഒരു മണിക്കൂർ 2 മണിക്കൂർ ആടെ വെയിറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അടക്കുമ്പോൾ ബോറടിക്കും. അപ്പൊ നമ്മൾ പറയാം നീ ഇപ്പം അടിച്ചിട്ടുണ്ടാവില്ല, ആകെ 5 മിനിറ്റിൽ അതിലൂടെ എത്തിയിട്ട്. അങ്ങനെ നോട്ട് പോസിബിൾ, അതാണ് യു കാണ്ട് വരുമ്പോൾ നോട്ട് പോസിബിൾ. ക്ലിയർ അല്ലേ? ഇനി യു ജസ്റ്റ് റീഡ് 2 or 3 times. I will give you some exercise based on this. കിട്ടും, ഈസിയാണ്. ഇപ്പൊ ക്ലിയർ കാര്യം മനസ്സിലായി. മസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മള് നമ്മൾ ട്രൂ ആന്ന് ഉറപ്പിക്കുക. ഒരു റിയലിസ്റ്റിക് പോസ് നമ്മൾ കുറെ അവൈലബിൾ ഇൻഫോർമേഷൻ വെച്ചിട്ട് അത് ഉറപ്പിച്ച് പറയുന്നതിനാണ് മസ്റ്റ് പറയാം. ഇനി മേം മൈറ്റ് കൂട്ടൽ എന്ന് പറഞ്ഞാൽ അതെന്ന് വെച്ചാൽ നമ്മൾക്കൊന്ന് ചിലപ്പോൾ സാധ്യമായിരിക്കും. സംതിങ് ഇസ് ട്രൂ ബട്ട് വി ആർ നോട്ട് ഷുവർ, നമ്മൾക്ക് ഉറപ്പില്ല. ഓക്കെ, അത് മൈറ്റ് മേ കൂട്ട്. കാണ്ട് എന്ന് പറയുമ്പോൾ നോട്ട് പോസിബിൾ, അത് സാധിക്കാൻ എങ്ങനെ ആവൂല എന്നില്ല പറയുന്നത് നോട്ട് പോസിബിൾ കേട്ടാ. കാണ്ട് ഒന്ന് വായിച്ചു നോക്ക്. അത് ഞാൻ എക്സസൈസ് ഈസിയാണ്. യു ക്യാൻ ഈസിലി ഡു ഇറ്റ്. Once you're ready, let me know. ഓക്കെ. ഇന്ന് മറ്റേ ഇതെടുക്കണം. നമ്മൾ ആ ഹോസ്പിറ്റലിൽ നിന്ന് ക്വസ്റ്റ്യൻ ആൻസർ പഠിച്ചിട്ടില്ല അവരാ അല്ലെ? ആ 25 അല്ലേ നിർത്തിയത്? 30 35 അല്ല, ഇന്ന് കണ്ടിന്യൂ. കുറച്ച് പിന്നെ അങ്ങനെ ലാഗായി. ഇപ്പൊ കുറേ ഉണ്ട് പഠിക്കാൻ. അതിൽ നോക്കല്ലേ, ഒന്ന് വായിക്കല്ലേ സംഭവം അല്ലേ? എക്സാമിന് വരുന്നതാണ്. ചോദിച്ചോ. മിസ് എത്തണ്ടോ ചോദിച്ചു. ഇപ്പൊ 35 ചോദിച്ചാ? 35 കഴിഞ്ഞ് ഇപ്പൊ 50 വരെ ചോദിച്ച്. നാളത്തേക്ക് 70 വരെ പഠിക്കാൻ. അതെയാ, ഓക്കെ. അപ്പൊ പഠിച്ചാ 60 പഠിച്ചല്ലോ? കിട്ടിയാ? എല്ലാം കിട്ടിയാ ചോദിച്ചിട്ട്? ഓക്കെ. സാറിലിപ്പോ അറിയാം, കാര്യങ്ങൾ അറിയേണ്ടതാണ് അത്രയും. ഇപ്പൊ ഞാൻ കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ നിങ്ങൾ തന്നെ ഹോസ്പിറ്റൽ ഇനിയിപ്പോ ഹോസ്പിറ്റൽ വിസിറ്റെല്ലാം ഒന്ന് അടുത്തുനിന്ന് പോയി നോക്കണം കേട്ടോ. അങ്ങനെയല്ല, നമ്മളിപ്പം തിയറി മാത്രല്ല, ഹോസ്പിറ്റലിൽ ഇങ്ങനെ നടക്കുന്ന കാര്യങ്ങൾ അറിയണമെങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഹോസ്പിറ്റൽ വിസിറ്റെല്ലാം പോയിരുന്നാലോ ഹോസ്പിറ്റലിൽ. എന്നാലും എങ്ങനെയാന്ന് അതിന്റെ, നിങ്ങളിപ്പോ തിയറി മാത്രം പഠിച്ചേ, ബാക്കിയുള്ള കാര്യങ്ങൾ അറിയുന്നില്ല. അത് പ്രാക്ടിക്കലായിട്ട് കാണുമ്പോഴല്ലേ നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്നാ ഹോസ്പിറ്റലിൽ എന്തെല്ലാം നടക്കുന്നില്ലേ. ഇപ്പൊ നമ്മൾ സാധാരണ IPD ഡിപ്പാർട്ട്മെന്റ്, OPD എന്താണ്, പിന്നെ ചിലപ്പോൾ നമ്മള് റിസപ്ഷനിൽ എന്താ ചെയ്യേണ്ടത്? നമ്മൾ വെറുതെ റിസപ്ഷനിൽ ഒരു ഇത് മാത്രമല്ല, ഓരോ ഇത് അവർക്ക് ഡ്യൂട്ടീസ് ഉണ്ടാവില്ല പലതും. റിസപ്ഷനിൽ നമ്മൾ വിചാരിക്കുന്ന OP ടിക്കറ്റ് എടുക്കൽ മാത്രം അല്ല, ബാക്കി കുറെ ജോബ്സ് ഉണ്ടാവും. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ബാക്കിയിൽ ഇപ്പൊ കുറേ ഇല്ലേ, ഇപ്പൊ ഓപ്പറേഷൻ തിയേറ്ററിൽ എത്ര സോൺസ് ഉണ്ട്, ഇങ്ങനെല്ലാം കാണിച്ചു തരുന്നുണ്ടോ ഓരോ കാര്യങ്ങൾ. പിന്നെ ഇൻഷുറൻസ് സെക്ഷൻ. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് എവിടെയും പോയിട്ടുണ്ടേ? ആരെങ്കിലും പരിചയമില്ല ആരെങ്കിലും ഉണ്ട് ഹോസ്പിറ്റൽ ഫീൽഡ് വർക്കിനെ? ഉണ്ടോ? അപ്പൊ അങ്ങനെയല്ലടാ, ഒരു ദിവസം ജസ്റ്റ് ഒന്ന് ഏത് ഹോസ്പിറ്റലിലാണ്? അതറിയില്ല, അവളോ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചിട്ട് കയറിയതോ. അങ്ങനെയല്ല, ജസ്റ്റ് ഒന്ന് പോയിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു വിസിറ്റ് പോലെ. അപ്പൊ നിങ്ങൾക്ക് ഒരു ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാൻ പറ്റില്ല. ഞാനിപ്പോ ഇവിടുന്ന് ഇങ്ങനെ കുട്ടികൾ പോക്കുണ്ട്. നമ്മളിപ്പോ റീസെന്റ് ഒരു ഹോസ്പിറ്റൽ വിസിറ്റ് ചെയ്തു. അപ്പോൾ അവരെന്നെ കാണിച്ചു കൊടുക്കും എങ്ങനെ, അവിടുത്തെ HR അല്ലെങ്കിൽ അവിടുത്തെ ഏതെങ്കിലും ഒരാൾ വന്നിട്ട്. മുമ്പ് AKG ഹോസ്പിറ്റൽ, കണ്ണൂർ AKG ഹോസ്പിറ്റൽ അറിയാം. കഴിഞ്ഞാൽ ഞാൻ ഒരു കുട്ടികൾ അവിടെ പോയി, അവരെല്ലാം കാണിച്ചു കൊടുത്തു ഓരോ സെക്ഷൻ എങ്ങനെയാണെന്നില്ല. ഒരാൾ നോട്ട് ചെയ്തി കാര്യങ്ങൾ. എന്നാൽ നമ്മൾക്ക് മനസ്സിലാവും. പിന്നെ ഇന്റേണൽ ചെയ്യുമ്പോൾ കൂടുതൽ മനസ്സിലാവും. ഇന്റേൺഷിപ്പിൽ നിങ്ങൾ പോകൂലേ? അങ്ങനെയല്ല, പ്രശ്നമില്ലല്ലോ. ലോങ് വേണമെന്നില്ലടാ. നിങ്ങളെ വീടിന്റെ അടുത്തുണ്ടെങ്കിൽ അങ്ങനെ ഏതാ നാളെ. ഇപ്പൊ കുട്ടിയെല്ലാം നിങ്ങൾക്ക് ലോങ്ങെല്ലാം പോയാൽ ചിലപ്പോൾ ഹോസ്പിറ്റലിൽ ഇപ്പോഴത്തെ കാലത്ത് ചിലപ്പോൾ നൈറ്റിലും ഉണ്ടാവും ഇന്റേൺഷിപ്പ് എല്ലാം. അപ്പൊ അതിനായിട്ട് സുഖം നിങ്ങൾ എന്ത് ചെയ്യാം, തൽക്കാലം കുട്ടിയെല്ലാം വലുതാകുന്ന വരെ കുറച്ച്
അടുത്ത എവിടെയെങ്കിലും എടുത്ത് പോയാൽ മതി, ആ കാര്യങ്ങൾ അറിയാം കേട്ടോ. അങ്ങനെ ചെയ്താൽ ഒരു ട്രെയിനിങ്ങോട് കിട്ടുമല്ലോ. ഇപ്പൊ എങ്ങനെയാലും നിങ്ങൾക്കൊന്ന് സഫാനൊക്കെ ഇപ്പൊ പോകാൻ കഴിയില്ല, പോകാൻ പറ്റുമോ? ഇല്ല. അങ്ങനെയല്ല. അതുകൊണ്ട് കുറച്ച് ബേബിയിൽ വലുതായിട്ടാകുമ്പോൾ അത്ര വരെ ജസ്റ്റ് ഒന്ന് അടുത്തിൽ എവിടെയെങ്കിലും ഒരു ഡേ ഈവനിങ് ആകുമ്പോൾ വരുന്ന വിധത്തിൽ പോകുന്ന വിധത്തിലേക്ക് ഒരു 6 o'clock അല്ലെങ്കിൽ 5 o'clock അങ്ങനെ വരുന്ന വെക്കുക. പിന്നെ കുറച്ച് നമുക്ക് നമ്മളൊരു എക്സ്പീരിയൻസ്ഡ് ആവൂലേ, എല്ലായിടത്തും നോക്കുന്നവരെ നമ്മൾ സർട്ടിഫിക്കറ്റ് മാത്രമല്ല, നമ്മൾ എങ്ങനെയാണ് എക്സ്പീരിയൻസ്ഡ് ആണോ അല്ലെങ്കിൽ നമ്മൾ കേപ്പബിൾ ആണോ എല്ലാം നോക്കുക. അല്ലാണ്ട് നമ്മൾ സർട്ടിഫിക്കറ്റ് ബേസിട്ട് ഒന്നല്ലാതെ ജോലി കിട്ടുന്നത് ഞാൻ കണ്ടെടുത്തോളം അങ്ങനെയില്ലേ. നമ്മളെങ്ങനെ എത്രത്തോളം സ്മാർട്ട്നെസ് നമ്മളെങ്ങനെയാണ് അവര് ഇവിടെ വന്നാൽ സൂട്ടബിൾ ആവും ഒരാൾക്ക് തോന്നണം. നമ്മള് ഇപ്പൊ ആടത്തെ അതോറിറ്റി നമ്മൾ വിചാരിക്കേണ്ട അവര് നമ്മൾ വീക്ഷിക്കുന്നില്ല വിചാരിക്കും. പക്ഷെ അവരെല്ലാം ചെക്ക് ചെയ്യുന്നുണ്ടാവും. ഇന്നാളിവിടെ സൂട്ടബിൾ ആവേ, അവര് നല്ല ഹാർഡ് വർക്കിംഗ് ആണ്, അങ്ങനെയാണ് ജോലി ചെയ്യുന്നത്. അല്ലാണ്ട് നമ്മളെ ഇതൊന്നല്ല. അവർക്ക് ആടെ നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും ഉപകാരം വേണം, അവർ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ബെനിഫിറ്റ് ഉണ്ടാവും എന്ന കാര്യങ്ങൾ അങ്ങനെ നോക്കുക കേട്ടാ. അത് ചെയ്താൽ മതി. ഇപ്പൊ നമ്മൾ എന്താണ് എവിടെ പോയാലും അവിടെ ഒരു ഡെഡിക്കേറ്റഡ് ആയിരിക്കണം. നമ്മൾ ഒരിക്കലും എന്താ ചെയ്യേണ്ടത് അറിയാം. നമ്മളിപ്പോ എന്താണ് ഞാൻ ഒരു ഫോർ എക്സാമ്പിൾ പറയാം. നമ്മൾ സാധാരണ ഇപ്പൊ ഞാൻ പറയാം, നമ്മൾ ഹോസ്പിറ്റലിൽ നമ്മൾ എങ്ങനെയല്ലേ ഇപ്പൊ ഇങ്ങനത്തെ ഫീൽഡിൽ വെച്ചാൽ ഭയങ്കര ഈഗോ ക്ലാഷ് ആയിരിക്കും. നമ്മൾ സ്കൂൾ ടീച്ചേഴ്സെല്ലാം കാണില്ലേ, നമ്മൾ വിചാരിക്കുമ്പോൾ ഭയങ്കര ഇതാ. പക്ഷെ അവരാ സ്കൂളിൽ ഏറ്റവും കൂടുതൽ ഈഗോ ക്ലാസ്സിലെ ഫീൽഡാണ് ടീച്ചിങ് ഫീൽഡ്. ഓരോ ഗ്രൂപ്പിനുണ്ടോ സീനിയർ ജൂനിയർ അങ്ങനെ ഇല്ലേ, ആ രീതിയിൽ തന്നെ അവർ കാണും. അപ്പൊ അതേപോലെയാണ് ഈ ഹോസ്പിറ്റലിൽ ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഇതാക്കുന്നത്. നമ്മൾ മെയിൻ പ്രോബ്ലം എന്ന് പറയാം, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ ഹോസ്പിറ്റലിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കാൻ പാടുള്ളൂ. ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിലും നമ്മൾ ഒരിക്കലും ഹോസ്പിറ്റലിനെ നിങ്ങളവിടെ വർക്ക് ചെയ്യുന്ന ആ ഹോസ്പിറ്റലിനെതിരെ പറയാൻ പാടില്ല. മനസ്സിലായാ? എല്ലാവരും നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നത്, ഇപ്പൊ ഹോസ്പിറ്റലിൽ അടുത്ത് കുറച്ച് വീഴ്ചകൾ പറ്റി, നമ്മൾ ഒരിക്കലും വന്ന പേഷ്യന്റെ കൂടെ നിൽക്കണ്ടേ. നമ്മളെങ്ങനെ എങ്ങനെയാ വെച്ചാൽ നമ്മൾ തെറ്റ് പറ്റിയെങ്കിൽ ഹോസ്പിറ്റലിനെ എഗെയിൻസ്റ്റ് നിങ്ങൾ പറയാൻ പാടില്ല. ഇപ്പൊ നമ്മളിപ്പോ ഫ്രണ്ട്സിനെ നോക്കിക്കേ, എങ്ങനെ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പൊ ഒരാള് സഫാന റിസപ്ഷനിൽ നിൽക്കുന്നു, പിന്നെ ഇവള് നമ്മളെ ആരെ വേറെ ഇപ്പൊ പ്രാശ അല്ല മെഹറാജ് ഉള്ളത് HR അല്ലെ ഫാർമസിയിലെ. അപ്പൊ സഫാനന്റെ അടുത്ത് നിങ്ങൾ രണ്ടും ഭയങ്കര എന്താ പറയണ്ടേ എനിമിറ്റിയാണ്. എങ്ങനെയാ വെച്ചാൽ ദേഷ്യത്തിലേ അപ്പൊ പിന്നെ റിസപ്ഷനിൽ വന്നിട്ട് ആടെ ഒരു പേഷ്യന്റ് ഭയങ്കര കംപ്ലൈന്റ് ആക്കി സഫാൻ ചെറിയ തെറ്റുപറ്റി. അപ്പൊ ആ പേഷ്യന്റ് വന്ന് ഭയങ്കര വയലന്റ് ആയി. അപ്പൊ എന്ത് ചെയ്യുമ്പോ ഇവള് വന്ന് മേറാജ് വന്നിട്ട് കണ്ട്. അപ്പൊ മേറാജ് വന്നിട്ട് നിന്നോടില്ലേ എതിര് ദേഷ്യം ഉണ്ടേ. അപ്പൊ മേറാജ് വന്നിട്ട് പേഷ്യന്റിനോട് ഓളെ പ്രശ്നം തന്നെ, ഓളെ അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അല്ലടാ അങ്ങനെയല്ല, ഞാനൊരു നേരിട്ട് കണ്ട സംഭവം, എന്നിട്ട് ആ ഹോസ്പിറ്റലിൽ അവർ എന്നോട് പറഞ്ഞ സംഭവം അല്ല. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും. അപ്പൊ അവര് പറയുന്നത് സംഭവിച്ചാല് എന്ത് ഹോസ്പിറ്റലിനെതിരെ എന്ത് ഹലോ ഹലോ. ഹോസ്പിറ്റലിന്റെ എന്ത് കംപ്ലൈന്റ് വന്നാലും നിങ്ങളില്ലേ ആദ്യത്തെ സ്റ്റാഫിന് സപ്പോർട്ട് ചെയ്ത് നിൽക്കാൻ പാടില്ലെന്ന് പറയുന്നത് കേട്ടോ. അല്ല, അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പല പ്രശ്നങ്ങളും അങ്ങനെ ഉണ്ട്. എന്ന് വെച്ചാൽ അവര് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഹോസ്പിറ്റലിൽ അല്ലെ MD ചീത്ത പറയാം, അല്ലെങ്കിൽ MD പറയാ അയാൾ ഇങ്ങനെയാണ് അല്ലെ, അങ്ങനെ പറയാൻ പാടില്ല. സത്യം ഞാൻ കണ്ടതാ നേരിട്ടിട്ട്. ഇപ്പം തന്നെ നമ്മൾ ഇന്റേൺഷിപ്പിന് പോയ കുട്ടികൾ അങ്ങനെ പറഞ്ഞ് ഞാൻ ലാസ്റ്റ് സ്റ്റോപ്പാക്കി. ആടത്തെ MD അവര് പറയാ അയാൾ ഇങ്ങനെയാണ് ഇയാൾ ഇങ്ങനെയാണ്. അയാളാണ് അതിന്റെ ഇത് അപ്പോയിന്റ് ചെയ്യുന്നല്ലോ. അങ്ങനെ പറയാൻ പാടില്ല. അല്ല ഞാൻ പറയാം, ജസ്റ്റ് ഒന്ന് നോക്കുക. പല ഇതുണ്ട് അവിടെ, ആൾക്കാർ പല സ്വഭാവമായിരിക്കും. എപ്പോൾ നാളെ റിസപ്ഷനിൽ നിൽക്കുന്ന ഭയങ്കര എന്നാ ക്ഷമ വേണം. പല കസ്റ്റമേഴ്സ് ഉണ്ടാവോ, പല രീതിയിൽ പെരുമാറും. ഓക്കെ, അത് പിന്നെ നോക്കുമ്പോ നിങ്ങൾക്ക് ട്രെയിനിങ്ങിൽ പോകുമ്പോൾ മനസ്സിലാവും. എങ്ങനെ ട്രെയിനിങ്ങിന് പോകണം, എന്നാലേ കാര്യങ്ങൾ അറിയില്ലേ. അല്ലാണ്ട് വെറുതെ തിയറി മാത്രം പഠിച്ചിട്ട് ഒരു കാര്യമില്ല. നോ യൂസ്. ആയാ ഞാൻ എക്സസൈസ് ഇട്ടാ കേട്ടാ. നോട്ടിന്റെ ബാക്കിൽ എഴുതിക്കാം, നോട്ടിന്റെ ബാക്കിൽ. ആയാ Do you remember my birthday party last year? Question mark. Do you remember are you there?
birthday party. Do you remember my birthday party last year? Question mark. Question mark. You dash remember. You dash remember. Exclamation mark. It was the same day. It was the same day as your graduation. It was the same day as your graduation. Okay? It was the same day. As your graduation. അത് നിങ്ങളെപ്പോഴും ഇത് പങ്കെടുത്തിന പാർട്ടിസിപ്പേറ്റ് ഗ്രാജുവേഷൻ സെറിമണിക്കെല്ലാം പങ്കെടുത്തിന No. No. നിങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടാവും അല്ലെ അങ്ങനെ ഗ്രാജുവേഷനിലും കിട്ടണം ഇത് കഴിഞ്ഞാലും കൊടുക്കലുണ്ട് സാധാരണ ഇനി നിങ്ങൾ എങ്ങനെയാ ചെയ്യാന്നറിയില്ല ഐ ഡോണ്ട് എക്സാക്ട്ലി അത് മിസ്സിനോട് സംസാരിച്ചാൽ മതി നിങ്ങളെ കോർഡിനേറ്റർ അല്ലേ മിസ്സിനോട് സംസാരിച്ചു ഗ്രാജുവേഷൻ സെറിമണിയിൽ ഉണ്ടോ ഇറ്റ് വിൽ ബി എ ഡ്രീം അല്ലേ Yes. അതല്ല നമ്മൾ ഒരു കോളേജിൽ നടത്തലുണ്ട് അതൊരു നല്ല സംഭവം ഇനിയിപ്പോ നെക്സ്റ്റ് മൺഡേ നമ്മളെ കോളേജിൽ ഗ്രാജുവേഷൻ സെറിമണിയാണ് ഇതേപോലത്തെ ഹോസ്പിറ്റൽ അഡ്മിഷൻ കഴിഞ്ഞ കുട്ടികളെ ഐ വിൽ സെൻഡ് ദ പിക് കേട്ടാ ഞാൻ അയച്ചുതരാം വീഡിയോയിലും ഓക്കെ പിന്നെ അതിന്റെ ഓപ്ഷൻസ് ഓപ്ഷൻസ് കാൺ കുഡ് മസ്റ്റ് കാൺ കുഡ് മസ്റ്റ് അത് എഴുതൂലേ ഇപ്പൊ ഇതുണ്ടല്ലോ കുറച്ച് മിനിറ്റ് ഞാൻ ക്വസ്റ്റ്യൻസ് രണ്ടെണ്ണം കൂടി പറഞ്ഞുതരാം എന്നിട്ട് എഴുതിക്കും അടുത്തത് കം ഇൻ ആൻഡ് സിറ്റ് ഡൗൺ കം ഇൻ ആൻഡ് സിറ്റ് ഡൗൺ എടാ ഒരു കാര്യം ചോദിച്ചോട്ടെ മിസ് ആ PDF ഫുൾ അയച്ചു തന്നിനാ നിങ്ങൾക്ക് എത്രത്തിന് അയച്ചു തന്നെ 130 135 എല്ലാം വരുന്നില്ലേ അതെങ്ങനെയാന്ന് എഴുതിയത് നിങ്ങളെ മൊബൈലിൽ ഉണ്ടാവും അല്ലെ അപ്പൊ കാണാൻ പറ്റില്ല എഴുതി വെച്ചിട്ടുണ്ടായിനാ ഒരു PDF ആക്കി മിസ് അയച്ചതാണ് ഉണ്ട് ആ മൊബൈലിൽ നോക്കാൻ പറ്റുമോ എന്നാ പിന്നെ നിങ്ങൾ എഴുതേണ്ട സമയങ്ങളുണ്ട് ജസ്റ്റ് ഒരു നമ്മൾ ഇത് എഴുതാൻ മതിയല്ല ഫോണിൽ നോക്കാം ഫോണിൽ നോക്കാൻ പറ്റില്ലേ എന്നാ ഞാൻ പറഞ്ഞുതരാം എന്നാ പേ മനസ്സിലാവും അവിടെ കാര്യങ്ങൾ ഓക്കെ കം ഇൻ ആൻഡ് സിറ്റ് ഡൗൺ കം ഇൻ ആൻഡ് സിറ്റ് ഡൗൺ ഫുൾ സ്റ്റോപ്പ് you dash be tired after the journey you dash be tired after the journey must might can't next whose coat is this whose coat ആണ് COAT whose coat is this question mark ഒന്നുകൂടി പറയൂ എടാ whose coat is this എടാ whose coat is this കോട്ടില്ലേ COAT നമ്മൾ കോട്ട് ആരുടെ കോട്ടാണ് ഇതെന്ന് ചോദിക്കുന്നത് whose coat is this COAT coat question mark and it dash be it dash be Tom's Tom apostrophe S it dash be Tom's TOM apostrophe S Tom's full stop it's way too small for him it's way WAY it's way too too small for him you must read it very carefully
ഈ സെന്റൻസ്. ഇറ്റ് വിൽ ബി ലിറ്റിൽ ബിറ്റ് കൺഫ്യൂസിങ് അല്ലേ? അത് സോ യു മസ്റ്റ് റീഡ് കെയർഫുള്ളി. അതിന്റെ ഓപ്ഷൻസ് മസ്റ്റ്, കുഡ്, കാണ്ട്. മസ്റ്റ്, കുഡ്, കാണ്ട്. അതില്ല. നെക്സ്റ്റ് വൺ, the exam results will be out soon. The exam results will be out soon. Full stop. It dash be എക്സാം റിസൾട്ട് വിൽ ബി soon. Will be out soon. പബ്ലിഷ് എന്ന് പറഞ്ഞില്ലേ നമ്മള്, പുറത്തു വരുന്ന പറഞ്ഞില്ലേ? ദി എക്സാം റിസൾട്ട് വിൽ ബി. റേഞ്ച് പോണ്ട് സർ. അതെ, ദി എക്സാം റിസൾട്ട്സ് വിൽ ബി ഔട്ട് സൂൺ. ഫുൾ സ്റ്റോപ്പ്. It dash be this week. It dash be this week, or possibly next week, കഴിയില്ലേ? The exam results will be out soon. Full stop. It dash be this week or possibly next week. And options must, might, can't. Must, might, can't. പോരെ? അതിന്റെ ഒന്നുകൂടി ഇരിക്കും. ലാസ്റ്റ് ഒന്നും കൂടി ഇരിക്കും. He dash be our teacher. He dash be our teacher! Exclamation mark. He dash be our teacher! Exclamation mark. Exclamation mark. He looks about 12. He dash be our teacher! Exclamation mark. He looks about 12. അതും exclamation mark. 12 12. അത് നിങ്ങളിപ്പോ രണ്ടാൾ മാത്രമേ ഇല്ലൂ? അല്ല, എത്ര ആളായി? 3 ആള്. Who is the other guy? തസ്കീന. Taskina. Okay. Must, might, can't. Must, might, can't. എന്നാ എഴുതിക്കോ. എന്നിട്ട് just tell me the answer. ഓപ്ഷൻസ് എന്താ? മസ്റ്റ്, മസ്റ്റ്, മൈറ്റ്, കാണ്ട് ആയിരിക്കും. ലാസ്റ്റത്തിന്റെ ഓപ്ഷൻസ് അല്ലേ? മസ്റ്റ്, മൈറ്റ്, കാണ്ട്. മസ്റ്റ്, മൈറ്റ്, കാണ്ട്. ഒന്ന് നേർക്ക് വായിച്ചു നോക്കണേ, എന്നിട്ട് എഴുതിക്കോ.
അല്ലേ? കഴിയില്ലേ? സർ ഈസി അല്ലടാ, ഇറ്റ് ഇസ് ടു ഈസി. ഒന്നാമത് നോക്കിക്കേ, ഡു യു റിമെമ്പർ മൈ ബർത്ത്ഡേ പാർട്ടി ലാസ്റ്റ് ഇയർ എന്നാ അതിന്റെ അർത്ഥം? നീ ഓർമ്മിക്കുന്നുണ്ടോ എന്റെ കഴിഞ്ഞ വർഷത്തെ ബർത്ത്ഡേ പാർട്ടി? നീ ഓർമ്മിക്കുന്നുണ്ടോ? ഓർമ്മയിലുണ്ടോ? യു ഡാഷ് റിമെമ്പർ എക്സ്ക്ലമേഷൻ മാർക്ക്. ഇറ്റ് വാസ് ദ സെയിം ഡേ ആസ് യുവർ ഗ്രാജുവേഷൻ. വാട്ട് ഡിഡ് യു റൈറ്റ്? ഓപ്ഷൻസ് ആർ ദർ, കാൺ, കുഡ്, മസ്റ്റ് എന്ന് എഴുതിയേ. ഫസ്റ്റ് മസ്റ്റ്. എന്തുകൊണ്ടാന്ന് വെച്ചാല് ആ സെയിം ഡേ ആണ് ഇതിന്റെ ഗ്രാജുവേഷൻ. അപ്പൊ നമ്മൾ ഒരു കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ ഒരു ഇൻസിഡന്റ് ആക്കുമ്പോൾ നമ്മളെ ഓർമ്മിക്കൂലേ? അപ്പൊ എന്ന് പറഞ്ഞാൽ ഡു യു റിമെമ്പർ മൈ ബർത്ത്ഡേ ലാസ്റ്റ് ഇയർ? എന്റെ ബർത്ത്ഡേ പാർട്ടി നീ ഓർമ്മിക്കുന്നുണ്ട് ലാസ്റ്റ് ഇയറിലെ? നീ തീർച്ചയായിട്ടും ഓർമ്മയുണ്ടാവും. യു മസ്റ്റ് റിമെമ്പർ. എന്തുകൊണ്ടാ? ഇറ്റ് വാസ് സെയിം ഡേ ആസ് യുവർ ഗ്രാജുവേഷൻ. ആ ദിവസം തന്നെയാണ് ഇതിന്റെ ഗ്രാജുവേഷൻ നടന്നത്. ഓക്കെ അല്ലേ? മസ്റ്റ് അല്ലേ എഴുതിയാ? മസ്റ്റ് അല്ലേ? ഓക്കെ. നെക്സ്റ്റ്, കം ഇൻ ആൻഡ് സിറ്റ് ഡൗൺ. ഉള്ളിലേക്ക് വരൂ, എന്നിട്ട് ഇവിടെ ഇരിക്കൂ. യു ഡാഷ് ബി ടയേർഡ് ആഫ്റ്റർ ദ ജേർണി. കുറെ വലിയ നീണ്ട യാത്രയിലും വന്നിട്ട് നമ്മൾ പറയാം നിന്നെ കാണാൻ ഭയങ്കര ടയേർഡ് ആയിട്ട്. അപ്പൊ യു മസ്റ്റ് ബി ടയേർഡ്. മസ്റ്റ് എഴുതില്ല. ഇനി അടുത്തത്, ഹൂസ് കോട്ട് ഇസ് ദിസ്? ഇവിടെ നോക്കണേ, ഇതാരുടെ കോട്ടാന്ന് ചോദിച്ചു. ഇറ്റ് ഡാഷ് ബി ടോംസ്. ഇറ്റ്സ് വേ ടു സ്മോൾ ഫോർ ഇറ്റ്. വാട്ട് ഡിഡ് യു റൈറ്റ്? പറഞ്ഞോ. യെസ്, കമോൺ. എന്തുകൊണ്ടാണെന്നറിയാം? ആര് ചോദിച്ചു ഇതാരുടെ കോട്ട് എന്ന് ചോദിച്ചു. അപ്പൊ നമ്മൾ തന്നെ പറയുന്നത്, എടാ ഇത് ടോമിന്റെ ആയിരിക്കുമല്ലോ, അവന് ഭയങ്കര സ്മോൾ ആയിരിക്കും. ഇറ്റ് കാൺ ബി, നോട്ട് പോസിബിൾ. ഓക്കെ, കാണ്ടാണേ കാണ്ട്. ഇനി അടുത്തെന്താ ചോദ്യം? ദി എക്സാം റിസൾട്ട് വിൽ ബി ഔട്ട് സൂൺ. എത്രയും പെട്ടെന്ന് തന്നെ എക്സാം റിസൾട്ട് പുറത്തേക്ക് വരും. ദി എക്സാം റിസൾട്ട് വിൽ ബി ഔട്ട് സൂൺ. എത്രയും പെട്ടെന്ന് എക്സാം റിസൾട്ട് വരും. ഇറ്റ് ഡാഷ് ബി ദിസ് വീക്ക് ഓർ പോസിബിളി നെക്സ്റ്റ് വീക്ക്. ഒന്നിക്കല് ഈ ആഴ്ച ആയിരിക്കും. ഇറ്റ് മൈറ്റ് ബി. മൈറ്റ് ഏതിനാ? ഇനി അടുത്തത് അടുത്ത പിന്നെ ലാസ്റ്റ്, ഹി ഡാഷ് ബി അവർ ടീച്ചർ എക്സ്ക്ലമേഷൻ മാർക്ക്. ഹി ലുക്സ് അബൌട്ട് 12 എന്നാണ് എഴുതിയേ. കാണ്ട്. ഓക്കെ, എല്ലാം ശരിയല്ലേ? എല്ലാവരും ശരിയല്ലേ? ഓക്കെ, കൺഗ്രാറ്റ്സ്. അല്ല ശരിയല്ല. ഇനി അടുത്താണ്, നിങ്ങളെ മൊബൈലിൽ നോക്കാൻ പറ്റുമോ സാധനം? മറ്റേ ഇതിലെ ക്വസ്റ്റ്യൻ ആൻസർ? ഓക്കെ, ഞാൻ പറയട്ടാ. വേർ വി ക്യാൻ സ്റ്റാർട്ട്? ഐ തിങ്ക് 36. വി ആർ ടു സ്റ്റാർട്ട് ഫ്രം 36. എല്ലാം പഠിച്ചിട്ടുണ്ടാവും അല്ലേ? പഠിച്ചിട്ടുണ്ടായിരുന്നു സാറൊക്കെ മറന്നു. ഇല്ല, ഞാൻ ഒന്ന് പറഞ്ഞുതരാടാ. അതുണ്ട്, കുറച്ചുണ്ട് സാറിൽ. ഇത് എക്സാമിന് ഇങ്ങനത്തെ അവിടെ ഉണ്ടാവുക. ഇത് പഠിക്കണം എങ്ങനെയല്ലോ. ഈ വൺ വേർഡ് ടൈപ്പ് എക്സാമിന് ഉണ്ടാവും. ബാക്കി തിയറിയെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പഠിക്കണം. തിയറി എല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാനാണ്. ബാക്കി വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും കേട്ടോ. ഇത് നമ്മളിപ്പോ പഠിക്കുന്നത്. അത് നോക്കി അതൊന്ന് ഫോളോ അപ്പ് ചെയ്ത് നോക്ക്. ഞാൻ പറയട്ടാ, 36. നിങ്ങളുടെ അടുത്തുണ്ടാ ക്വസ്റ്റ്യൻസ് ഉണ്ടാ നിങ്ങളുടെ കയ്യിൽ? നോക്കിക്കേ, ഞാൻ ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത്. ഓ, ഏത് മുതൽ പഠിക്കണ്ടേ? ഏത് മുതൽ വേണ്ടേ? 92 ക്വസ്റ്റ്യൻസ് മാം തന്നുണ്ട് തോന്നുന്നുണ്ട്. 100 സംതിങ് ഉണ്ട്. 100 സംതിങ് ആയിട്ടുണ്ട്. ചിലത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, അത് നോക്കണം. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോയാ 70 നോക്കാം. 36 നോക്കേ. Which department is responsible for creating policies and procedures that the staff has to follow in the hospital? ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മൾ അതിന്റെ റെസ്പോൺസിബിലിറ്റി? പോളിസീസ് ഉണ്ടാക്കൂലേ സ്റ്റാഫിന്റെ? ഇതെല്ലാം പോളിസീസ് ഉണ്ടാക്കും ഹോസ്പിറ്റലിൽ. അപ്പൊ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? HR ഡിപ്പാർട്ട്മെന്റ്. HR എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, കേട്ടില്ലേ? ഇനി അടുത്ത നെക്സ്റ്റ്, വിച്ച് എക്യുപ്മെന്റ് ഇസ് യൂസ് ടു മോണിറ്റർ ദ ടെമ്പറേച്ചർ ഇൻ കോൾഡ് സ്റ്റോറേജ്? നമ്മളിപ്പോ കോൾഡ് സ്റ്റോറേജിൽ ഏത് എക്യുപ്മെന്റ് ഉപയോഗിച്ചിട്ടാണ് ടെമ്പറേച്ചർ മോണിറ്റർ ചെയ്യുന്നത്? അതിന് പറയാം ഡയൽ തെർമോമീറ്റർ എന്നാണ്. ഡയൽ തെർമോമീറ്റർ. ഇനി അനസ്തേഷ്യ ഇൻഡക്ഷൻ റൂം ഈസ് ഇൻ ദ ഡാഷ് ഓഫ് ദ ഓപ്പറേഷൻ തിയേറ്ററിൽ. അനസ്തേഷ്യ നമ്മൾ സോൺ പറയുന്നില്ലേ? കുറെ സോൺ ഉണ്ട്, 4 സോൺ ഉണ്ട്. അപ്പൊ അതിൽ അസെപ്റ്റിക് സോണിലാണ് എന്തുണ്ടാവുക? ഈ അനസ്തേഷ്യ ഇൻഡക്ഷൻ റൂം ഉണ്ടാവുക. ഇനി ഹൂ ഈസ് ദ ചെയർമാൻ ഓഫ് ദ ഡ്രഗ് ആൻഡ് തെറാപ്പറ്റിക് കമ്മിറ്റി? ആരാണ് ഡ്രഗ് ആൻഡ് തെറാപ്പറ്റിക് കമ്മിറ്റിയുടെ ചെയർമാൻ? നമ്മൾ മലയാളത്തിൽ മെഡിക്കൽ സൂപ്രണ്ട് എന്ന് പറയും. ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ സൂപ്പറിൻറ്റൻഡന്റ് എന്ന് എഴുതുക. മെഡിക്കൽ സൂപ്പറിൻറ്റൻഡന്റ്. ഓക്കെ, അത് നിങ്ങൾക്കില്ലേ എക്സാമിന് ഓപ്ഷൻസ് ഉണ്ടോ? അതുകൊണ്ട് പ്രശ്നമില്ല. ഓക്കെ, മനസ്സിലായോ? എന്നിട്ട് വിച്ച് ഡിപ്പാർട്ട്മെന്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ പ്രൊവൈഡിങ് കോമ്പൻസേഷൻ ഫോർ ദ സർവീസ് റെൻഡേർഡ് ബൈ ദി എംപ്ലോയീസ്? കോമ്പൻസേഷൻ എന്ന് പറഞ്ഞാൽ നഷ്ടപരിഹാരം കൊടുക്കൂലേ?
ഇതെല്ലാം കൊടുക്കുന്നില്ല, കോമ്പൻസേഷൻ കൊടുക്കുന്നില്ല. അപ്പൊ അത് കൊടുക്കുന്ന ഏത് ഡിപ്പാർട്ട്മെന്റ്, നമ്മൾ എല്ലാ കാര്യവും ഇല്ലടാ. ഏത് പോകുമ്പോൾ ഏത് നമ്മൾ ഹോസ്പിറ്റലിൽ മാത്രമല്ല, ഇപ്പോ വലിയൊരു ഓഫീസിലായാലും കമ്പനിയിലായാലും എല്ലാം നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന ആരാന്നറിയാം? HR ആണ് നിങ്ങളെല്ലാം ചെയ്യുന്നത്. നിങ്ങളെ ഹയർ ചെയ്യണോ, അല്ലെങ്കിൽ നിങ്ങളെ സാലറി ഇൻക്രീസ് ചെയ്യണോ, അല്ലെങ്കിൽ ഡിസ്മിസ് ചെയ്യണോ, എല്ലാം ചെയ്യുന്നത് HR ആണ്. മനസ്സിലായോ? ഓക്കെ, നിങ്ങൾക്ക് ഇത് കഴിഞ്ഞാൽ HR വർക്ക് ചെയ്യാം. HR വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് HR മാനേജറല്ല, HR അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാം. ഓഫീസ് അഡ്മിനിസ്ട്രേഷനിൽ വർക്ക് ചെയ്യുക, HR അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുക, എല്ലാം ചെയ്യാം. അപ്പോൾ HR ഡിപ്പാർട്ട്മെന്റ് ആണ് ഇതെല്ലാം ചെയ്യുന്നത്. ഇനി വാക്സിൻ ഷുഡ് ബി സ്റ്റോർഡ് അറ്റ് -Celsius. വാക്സിൻ എത്ര ഡിഗ്രി സെൽഷ്യസിലാണ് സ്റ്റോർ ചെയ്യേണ്ടത്? 2 to 8. 2 to 8. ഇനി അടുത്ത 42. സസ്പെൻഷൻ, ഡിമോഷൻ, പെനാൽറ്റി ആൻഡ് ഡിസ്മിസൽ ആർ എക്സാമ്പിൾസ് ഓഫ്. സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ എന്നാ സസ്പെൻഷനും ഡിസ്മിസലും തമ്മിൽ വ്യത്യാസം എന്നാ? ഹലോ, കേൾക്കുന്നില്ലേ? സസ്പെൻഷനും ഡിസ്മിസലും തമ്മിൽ വ്യത്യാസം എന്നാ? സസ്പെൻഷൻ ഒരു പണിഷ്മെന്റ് അല്ലേ? അപ്പൊ ഡിസ്മിസലോ? ഡിസ്മിസ് ചെയ്യാം. ഇല്ല, എന്താ സംഭവം? അത് പറഞ്ഞോ, നിങ്ങൾ അറിയുന്ന. വർക്കിൽ എന്തെങ്കിലും അപ്പൊ നമ്മൾ സസ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞു. ഇപ്പൊ പോലീസിൽ നിന്ന് കാണില്ല, ഇന്നാളെ സസ്പെൻഡ് ചെയ്യാം. അപ്പൊ ഒരു 3 months 2 months മാത്രമേ സസ്പെൻഡ് ചെയ്യുന്നു. ഒരു പണിഷ്മെന്റ് ആയിട്ട് ചെയ്യുന്നത്. ഡിസ്മിസൽ എന്ന് പറഞ്ഞാല് അയാളെ സർവീസിനെ വെച്ച് വിട്ടു, അതാ ഡിസ്മിസൽ. ഓക്കെ, അപ്പൊ ഇതിൽ സസ്പെൻഷൻ, ഡിമോഷൻ എന്ന് പറഞ്ഞാൽ തരം താഴ്ത്തുക. നിങ്ങളിപ്പോ മാനേജർ ആണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പിടിപ്പ് കേടുകൊണ്ട് നിങ്ങളെ പണിഷ്മെന്റ് ആയിട്ട് നിങ്ങൾ ഡിമോട്ട് ചെയ്യുക, തരം താഴ്ത്തുന്നു. ഇപ്പൊ നിങ്ങൾ മാനേജറിൽ സാധാരണ ഒരു ഓഫീസിലെ സ്റ്റാഫ് പോലെ ആക്കി വിടുക. അപ്പൊ അതാ ഡിമോഷൻ, തരം താഴ്ത്തുക. പെനാൽറ്റി പറഞ്ഞാൽ ഫൈൻ കൊടുക്കുക. പിന്നെ അതേപോലെ ഡിസ്മിസൽ എന്ന് പറഞ്ഞാൽ സർവീസിനെ വെച്ചൂടെ. ആർ എക്സാമ്പിൾസ് ഓഫ് എന്താണ്? ഡിസിപ്ലിനറി ആക്ഷൻ. എന്നാണ് ഡിസിപ്ലിനറി ആക്ഷൻസ്. ഇനി ഈച്ച് ഹോസ്പിറ്റൽ ഈസ് കോംപ്രൈസ്ഡ് ഓഫ് എ വൈഡ് റേഞ്ച് ഓഫ് 2 യൂണിറ്റ് ഉണ്ട്. അതിന് പറയും സർവീസസ് ആൻഡ് ഫംഗ്ഷൻ. 2 യൂണിറ്റിലെ സർവീസും ഫംഗ്ഷനും. ഇനി മോസ്റ്റ് പീപ്പിൾ ക്യാൻ ചൂസ് എ സെന്റർ ഇൻസ്റ്റെഡ് ഓഫ് എ ഹോസ്പിറ്റൽ ഓർ ഇഫ് ദ നീഡ് സർവീസ് അവൈലബിൾ. എന്നാണ് മിക്കവാറും ആൾക്കാർ ഒരു സെന്റർ ഹോസ്പിറ്റലിന് പകരമായിട്ട് നമ്മൾ ഒരു ഇതിലേക്ക് പോകും, അപ്രോച്ച് ചെയ്യും, നീഡ് സർവീസ്. അപ്പൊ അതിനൊരു ഔട്ട് പേഷ്യന്റ് സെന്റർ. നമ്മളിപ്പോ വീട്ടിലും പോകുന്നില്ല, ക്ലിനിക്ക് മറ്റേ ഇതിലും ഇല്ലേ, ചിലപ്പോൾ ഇതെല്ലാം ഉണ്ടാവും. നമ്മളെ ചില കമ്മ്യൂണിറ്റി ഇതെല്ലാം കാണില്ലേ, നമ്മൾ ഓരോ പഞ്ചായത്തിലും കാണുന്നില്ലേ, ഡിസ്പെൻസറി പോലത്തെ. അപ്പൊ അതെല്ലാം ഔട്ട് പേഷ്യന്റ് യൂണിറ്റ് ആണ്. നമ്മൾ അധികം ചെറിയ ആവശ്യത്തിനെല്ലാം വേണ്ടിയിട്ട് അടുത്തേക്ക് പോകും. എക്സ്പാൻഡ് IPD എന്ന് പറഞ്ഞാൽ ഇൻ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. അത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇൻ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. അതിൽ നിങ്ങൾ പഠിച്ചിരിക്കും. പിന്നെ ഉള്ളത് വിച്ച് പാർട്ട് ഓഫ് ദി ടോട്ടൽ ഹെൽത്ത് ഓർഗനൈസേഷൻ എയിംസ് അറ്റ് സാറ്റിസ്ഫൈങ് ദി നഴ്സിംഗ് നീഡ്സ് ഓഫ് ദ പേഷ്യൻസ് ഓർ കമ്മ്യൂണിറ്റി. ഏത് പിന്നെ ടോട്ടൽ ഹെൽത്ത് ഓർഗനൈസേഷൻ നമ്മൾ നഴ്സിംഗിന്റെ ഇതുണ്ടാവില്ലേ, പിന്നെ അവരെ പിന്നെ നീഡ്സും പേഷ്യന്റ് കമ്മ്യൂണിറ്റി എല്ലാം അവരെ ഇതെല്ലാം ചെയ്യുന്നതിന് പറയാം നഴ്സിംഗ് സർവീസസ് എന്ന് പറയാം. ഇനി ഹോസ്പിറ്റൽ യൂണിറ്റ്സ് ക്യാൻ ബി സെപ്പറേറ്റഡ് ഇൻ കാറ്റഗറീസ് ബേസ്ഡ് ഓൺ ദ ലെവൽ. കെയർ, നമ്മൾ അവര് ഹോസ്പിറ്റലിൽ എങ്ങനെ കെയർ കൊടുക്കുന്നത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവില്ലേ, ഒരു കെയർ നാളെ ഇപ്പൊ ആ കെയറിനനുസരിച്ചിട്ട് അത്രയായിട്ട് മാറ്റിയിട്ടുണ്ട്. 2. ഇനി ഏരിയാസ് ഓഫ് ദി ഹോസ്പിറ്റൽ വേർ സീരിയസ്ലി ഇൽ പേഷ്യൻസ് റിസീവ് സ്പെഷ്യലൈസ്ഡ് കെയർ സച്ച് ആസ് മോണിറ്ററിംഗ് ആൻഡ് അഡ്വാൻസ് ലൈഫ് സപ്പോർട്ട്. നമ്മൾ ചില ഹോസ്പിറ്റലിൽ എല്ലായിടത്തും നമുക്ക് അഡ്വാൻസ് ലൈഫ് സപ്പോർട്ട് ഒന്നും വേണ്ട. എവിടെയാണ് വേണ്ടത്? അഡ്വാൻസ് ലൈഫ് സപ്പോർട്ടിലും വേണ്ടത് എവിടെയാണ് വേണ്ടത്? ICU, പിന്നെ ഇന്റൻസീവ് കെയർ. അത് കണ്ടില്ല, നമ്മൾ ഓക്സിജൻ സിലിണ്ടർ വേണ്ടത്, എന്തെങ്കിലും വേണ്ടത്. അപ്പൊ ലൈഫ് സപ്പോർട്ടിലും വേണ്ടത്. ഇനി വിച്ച് ICU പ്രൊവൈഡ്സ് കെയർ ഫോർ ചിൽഡ്രൻ? ഏത് ICUലാണ് കുട്ടികളെ കെയർ ചെയ്യുന്നത്? അതാണ് PICU. PICU എന്ന് പറഞ്ഞാൽ പീഡിയാട്രിക് ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ഇനി ഈസ് കൺസിഡേർഡ് ഡിസ്ഗ്രേസ്ഫുൾ ഓർ ഡിസോണറബിൾ ബൈ ദി അതർ ഡോക്ടേഴ്സ് ഓഫ് ഗുഡ് റെപ്യൂട്ട് ആൻഡ് കോമ്പീറ്റൻസ്. എന്ന് വെച്ചാൽ ചിലതിൽ നമ്മളിപ്പം ചില ഹോസ്പിറ്റലിൽ ഡോക്ടേഴ്സ് തമ്മിൽ ജലസി ഉണ്ടാവും. അപ്പൊ അവരെന്ത് ചെയ്യും? അവർ ചിലപ്പം അവരെ ഒരു അനാഥരോട് പെരുമാറുക. അതുപോലെ പിന്നെ ഒരു റെപ്യൂട്ടേഷൻ ഉണ്ടല്ലോ, ഹോസ്പിറ്റലിൽ റെപ്യൂട്ടേഷൻ ഉണ്ടാവും, അതെല്ലാം സൽപ്പേര് കാളിയ, അവർ തമ്മിൽ ഒരു കോമ്പിറ്റൻസ് മത്സര ബുദ്ധിയോടെ പ്രവർത്തിക്കുക, അതെല്ലാം എന്ന് വെച്ചാൽ അതിന് പറയാം പ്രൊഫഷണൽ മിസ്കോണ്ടക്ട് എന്ന് പറയാം. ഒരു പ്രൊഫഷണൽ ജലസി ആയിട്ട് വരുന്നില്ല, അതിന് പറയാം പ്രൊഫഷണൽ മിസ്കോണ്ടക്ട്. ഇനി ആർ ഹാംസ് ദാറ്റ് ഹാവ് ബീൻ കോസ്ഡ് ബൈ ദ വിൽഫുൾ മിസ്കണ്ടക്ട് ഓഫ് അനദർ. വേറൊരാളെ മോശ സ്വഭാവം കൊണ്ട് അവരെ സ്വഭാവം കൊണ്ട് നമ്മൾക്ക് അപകടങ്ങൾ എന്തെങ്കിലും പറ്റുക, അതിന് പറയും ഇന്റൻഷണൽ ടോർട്ട്. മനഃപൂർവ്വം ചെയ്യുന്നില്ലേ, ഇന്റൻഷണൽ ടോർട്ട്. ഇനി വാട്ട് ഇസ് ദ ടേം യൂസ് ടു ഡിസ്ക്രൈബ് എൻ എക്സസീവ് നമ്പർ ഓഫ് WBC ഇൻ ദ ഹ്യൂമൻ ബോഡി? നമ്മളെ മനുഷ്യ ശരീരത്തിൽ WBC എന്ന് പറഞ്ഞാൽ വൈറ്റ് ബ്ലഡ് സെൽസ്. നമ്മളെ ശരീരത്തിൽ ഉണ്ടാവും റെഡ് ബ്ലഡ് സെൽസ് ഉണ്ടാവും, RBC ഉണ്ടാവും, അതുപോലെ വൈറ്റ് ബ്ലഡ് സെൽസും ഉണ്ടാവും. അപ്പോൾ എക്സസീവ് ആയിട്ട് നമ്മുടെ ശരീരത്തിൽ WBC വരുന്നതിന് അസുഖത്തിന് എന്ന് പറയാം ല്യൂക്കോസൈറ്റോസിസ് എന്ന് പറയാം. WBC അധികം
ല്യൂക്കോസൈറ്റോസിസ്. ഉം. WBC മനസ്സിലെ വൈറ്റ് ബ്ലഡ് സെൽസ്. ആ, ഇനി മനസ്സിലായി. വാട്ട് ഇസ് ദ ആവറേജ് ലൈഫ് സ്പാൻസ് ഓഫ് RBC റെഡ് ബ്ലഡ് സെൽസിന്റെ ആവറേജ് ലൈഫ് സ്പാൻ എത്രയാണെന്ന് വെച്ചാൽ 120 ഡേയ്സ്. എത്രയാണ്? 120 ഡേയ്സ്. വാട്ട് ഇസ് ദ നോർമൽ റേഞ്ച് ഓഫ് പ്ലേറ്റ്ലെറ്റ്സ് കൗണ്ട് ഇൻ ദ അഡൽട്ട് ഹ്യൂമൻ? അഡൽട്ട് ഹ്യൂമാനിൽ നമ്മൾ നോർമൽ റേഞ്ച് ഓഫ് പ്ലേറ്റ്ലെറ്റ് കൗണ്ട്സ് എത്രയാണ്? അത് നിങ്ങൾ വായിച്ചാ ആൻസർ എത്രയാണ്? 150. പറഞ്ഞു 150,000. നിങ്ങളൊന്ന് പറഞ്ഞോട്ടെ. എത്ര പറയാ? 1 lakh to 4 lakh. എണ്ണ് 1, 10, 100, 1000, 15 എത്ര വായിക്കും അത്? ഇതെങ്ങനെയാണ് ഈ കോമിട്ടിട്ടുണ്ട് നമ്മൾ ഇടുന്നത്? 1,00,000 ഇപ്പുറം ഇടും. 1,00,000 കഴിഞ്ഞ് കോമിട്ട് 50,000 കോമിട്ട്. പക്ഷെ ഇത് നമ്മൾ ഫോറിൻ കൺട്രീസിൽ ഇപ്പൊ ഗൾഫിലെല്ലാം പോയിക്കണം. ഖത്തറിൽ നമ്മൾ ഒരിക്കലും 1,00,000 എന്ന് പറയില്ല. എന്താ പറയുന്ന അറിയാം? എന്താ പറയാ? 100,000. അതാണ് ഇത് നമ്മൾ പറയുന്നത്. അതാണ് 150,000 എന്നാണ് ഇവർ എഴുതുക. നമ്മൾ പുറത്ത് പോയിക്കാൻ നിങ്ങൾ ചെക്ക് ചെയ്ത വേർഡ് ജോലി കിട്ടിയിട്ടാകുമ്പോ ഇപ്പൊ പുറത്തു പോലെ നിങ്ങളെ ഡ്രീം എല്ലാം എബ്രോഡ് അല്ലേ? അപ്പൊ ഗൾഫ് കൺട്രിയിലെല്ലാം പോകുമ്പോൾ ഒരു ചെക്കെല്ലാം ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മൾ എടുത്ത പോലെ 1 lakh എന്നൊന്നും എഴുതി കൊടുക്കാൻ പാടില്ല 1,00,000 എല്ലാം. അപ്പൊ അത് പറയാം 150,000 എഴുതുക. ഇപ്പൊ പറയുന്നത് 1,50,000 നമ്മളിവിടെ പറയുന്നില്ലേ? അവിടെ ലാക്ക് ഇല്ല. ഇവിടെ പാകിസ്ഥാൻ, ഇന്ത്യയിലെല്ലാം ലാക്ക് പറയുന്നത്. പുറത്തല്ലെന്ന് വെച്ചാൽ ഫോറിൻ കൺട്രീസിൽ 100 എന്ന് പറയാം. 100,000 1,00,000 പറയും 100,000. ഇത് പറയാം 150,000. നമ്മൾ ഇവിടെ പറയും 1,50,000 to 4,00,000 എന്ന് പറയും. 1,50,000 to 4 lakh. അത് ഒന്നും അറിഞ്ഞു വെച്ചാൽ മതി. 100,000 എന്ന് പറയാം 1,00,000. 10,00,000 പറയും 1 million. മനസ്സിലാ? 1,00,000 പറയാം 100,000 കേട്ടാ. അപ്പം 10,00,000 പറയും 1 million. ഇവിടെ നിങ്ങൾ 1 lakh എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് അങ്ങനെ പറഞ്ഞാൽ പുറത്തിലെ കാര്യം പറഞ്ഞാൽ. ഇനി വിച്ച് ഓർഗൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ പ്രൊഡ്യൂസിങ് മോസ്റ്റ് ഓഫ് ദ പ്രോട്ടീൻസ് ഫൗണ്ട് ഇൻ ഹ്യൂമൻ ബ്ലഡ്? നമ്മളെ മനുഷ്യ ബ്ലഡിലെ എല്ലാ പ്രോട്ടീൻസും പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരാ ചെയ്യുന്നത്? എല്ലാം ചെയ്യുന്നത് ഏത് പ്രൊഡ്യൂസ് ചെയ്യാൻ? ലിവർ ആണ് എല്ലാം ചെയ്യുന്നത്. ഇനി വാട്ട് ഇസ് ദ ടേം യൂസ് ടു ഡിസ്ക്രൈബ് ഡെഫിഷ്യൻസി ഓഫ് പ്ലേറ്റ്ലെറ്റ്സ് ഇൻ ഹ്യൂമൻ? നമ്മളെ പ്ലേറ്റ്ലെറ്റ് കുറയാം ഹ്യൂമൻ ബോഡിയിൽ. അതിന് പറയുന്നതാണ് ത്രോംബോസൈറ്റോപീനിയ. പ്ലേറ്റ്ലെറ്റ് കുറയുന്ന ഹ്യൂമൻ ബോഡിയിൽ അതിന്റെ അസുഖത്തിന് പറയുന്നത് ത്രോംബോസൈറ്റോപീനിയ. ഇനി വാട്ട് ഈസ് ദ പെർസെന്റേജ് ഓഫ് പ്ലാസ്മ ഇൻ ഹ്യൂമൻ ബ്ലഡ്? ഹ്യൂമൻ ബ്ലഡിലെ പെർസെന്റേജ് അപ്രോക്സിമേറ്റ്ലി എത്രയാണ് പ്ലാസ്മയുടെ പെർസെന്റേജ് ഉണ്ടാവും? എത്രയാ? അപ്രോക്സിമേറ്റ്ലി 55%. എത്ര? 50. ഇത് പഠിച്ചായിരിക്കും നിങ്ങൾ. ആസ് ഓപ്പറേറ്റിംഗ് തിയേറ്റർ എക്യുപ്ഡ് വിത്ത് അഡ്വാൻസ്ഡ് മെഡിക്കൽ ഇമേജിംഗ് ഡിവൈസ് ഇസ് കോൾഡ്. ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ അഡ്വാൻസ്ഡ് ആയിട്ട് മെഡിക്കൽ ഇമേജിംഗ് ഡിവൈസ്. മെഡിക്കൽ ഇമേജിംഗ് ഡിവൈസ് എന്ന് പറയുന്ന സംഭവം എന്താണ്? നമ്മളെ മെഡിക്കൽ ഇമേജിംഗ് ഡിവൈസ് എന്ന് പറയുന്ന എന്താണ്? CT നമ്മളെ USG അല്ലേ? CT USG MR ഇങ്ങനത്തെ എല്ലാം കൂടെ ഇമേജിങ്. അതെല്ലാം ഇമേജിംഗ് ഡിവൈസ് ആണ്. ഇമേജിംഗ് ഇല്ലേ? USG അൾട്രാസൗണ്ട് സോണോഗ്രാഫി MRI ഇങ്ങനത്തെ എല്ലാം ഉണ്ട്. അപ്പൊ അതെല്ലാം അപ്പൊ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇമേജിംഗ് ഡിവൈസിലെ അതിന് പറയാം ഹൈബ്രിഡ് OT എന്ന് പറയാം. ഹൈബ്രിഡ് OT. ഇനി ദി സ്റ്റഡി ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് കമ്പോണൻസിനോട് ബ്ലഡിനെ കുറിച്ചും ബ്ലഡ് കമ്പോണൻസിനെ കുറിച്ച് പറഞ്ഞ സ്റ്റഡീനെ പറയാം ഹെമറ്റോളജി. ഹെമറ്റോളജി. ഇനി നമ്മൾ ഹെപ്പറ്റോളജി എന്നാ ലിവറിനെ പറ്റിയുള്ള സ്റ്റഡി. ഓങ്കോളജി എന്ന സംഭവം ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ് ക്യാൻസർ. അപ്പൊ ഹെമറ്റോളജി ബ്ലഡ്. ഹെമറ്റോളജി ബ്ലഡും ബ്ലഡ് കമ്പോണൻസിനെ കുറിച്ച് പറയുന്നത്. ഓക്കെ. ഇനി പിന്നെ മൈക്രോബയോളജി എന്നാ? അത് ബാക്ടീരിയ, ഫംഗസ്, വൈറസ്. മൈക്രോ ഓർഗാനിസം പഠിച്ചത് മൈക്രോബയോളജി പറയും. ഇനി വാട്ട് ഇസ് ദ ടേം യൂസ് ടു ഡിസ്ക്രൈബ് an excessive number of platelets in the body caused by another disease? നമ്മളെ പ്ലേറ്റ്ലെറ്റ് കൂടുക എങ്ങനെയാ? വേറെ അസുഖം കാരണം നമ്മളെ ബോഡിയിലെ പ്ലേറ്റ്ലെറ്റ് കൂടുന്നതിന് പറയാം ത്രോംബോസൈറ്റോസിസ്. മനസ്സിലായോ? വേറെ അസുഖം കാരണം വേറെ ഡിസീസിനെ കൊണ്ട് നമ്മളെ പ്ലേറ്റ്ലെറ്റ് ബോഡിയിൽ കൂടുക. അതിന് പറയാം ത്രോംബോസൈറ്റോസിസ് എന്ന് പറയും. ഇനി ഡോഫിംഗ് ഓഫ് PPE കിറ്റ്. PPE കിറ്റ് കണ്ടില്ലേ? ഡോഫിംഗ് എന്ന് ഉപേക്ഷിക്കുക. PPE കിറ്റ് ഉപേക്ഷിക്കുക. അത് ഹാൻഡ്ലിംഗ് ഓഫ് യൂസ് സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ബയോമെഡിക്കൽ വേസ്റ്റ് ഡിസ്പോസൽ ടേക്ക് പ്ലേസ് ഇൻ വിച്ച് സോൺ ഓഫ് OT ഡിപ്പാർട്ട്മെന്റ്? OT ഡിപ്പാർട്ട്മെന്റ് ഞാൻ പറഞ്ഞ് 4 സോൺസ് ഉണ്ട്. അതിൽ അസെപ്റ്റിക് സോൺ പറഞ്ഞ് ഇപ്പൊ അതേപോലെ PPE കിറ്റും ഡോഫിംഗ് നമ്മൾ ഉപേക്ഷിക്കുന്നത് ഇങ്ങനത്തെ സാധനങ്ങളും സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ് എല്ലാം പിന്നെ ഏത് OT ഡിപ്പാർട്ട്മെന്റ് സോണിലാണ്? അതിന് ഏത് സോണാ പറയുന്നത്? അതിന് പറയും ഡിസ്പോസൽ സോൺ. ഡിസ്പോസൽ വേസ്റ്റിൽ ഇടുന്നത്. ദി നാഷണൽ എക്സ്റ്റേണൽ ക്വാളിറ്റി കൺട്രോൾ ഫോർ ബയോകെമിസ്ട്രി ആൻഡ് ഹെമറ്റോളജി ഈസ് ഡൺ ബൈ ഏത് ഹോസ്പിറ്റലിൽ നിൽക്കുന്നത്? അപ്പോളോ, ചെന്നൈ. ഇനി വാട്ട് ഇസ് ദ കറന്റ് ഓപ്പറേറ്റിംഗ് റൂം ടെമ്പറേച്ചർ ബിറ്റ്വീൻ? ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ 18 to 24 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇനി വാട്ട് ഇസ് ദ ടേം യൂസ്ഡ് ഫോർ ദി സ്റ്റഡി ഓഫ് മൈക്രോ ഓർഗാനിസം ഇൻക്ലൂഡിംഗ് ആൽഗെ, ബാക്ടീരിയ, ഫംഗി, പ്രോട്ടോസോവ? അതാണ് ഇപ്പം പറഞ്ഞ നമ്മൾ ഈ സ്റ്റഡി ഓഫ് മൈക്രോ ഓർഗാനിസംസ് ഇൻക്ലൂഡിംഗ് അതിന് പറയാം മൈക്രോബയോളജി. ഓക്കെ അല്ലേ? ഇനി
വിച്ച് ഈസ് ദ ലിസ്റ്റ് ഓഫ് മെഡിസിൻ ഹോസ്പിറ്റൽ ഫാർമസി സ്റ്റോക്സ്. നമ്മൾ മെഡിസിൻസ് എല്ലാം സ്റ്റോക്ക് ചെയ്യുന്നില്ല, അതിന് പറയും ഹോസ്പിറ്റൽ ഫോർമുലറി എന്ന് പറയും. ഇനി വാട്ട് ഇസ് ദ ആവറേജ് വോളിയം ഓഫ് ബ്ലഡ് ഇൻ അഡൽട്ട് ഹ്യൂമൻ ബോഡി? അഡൽട്ട് ഹ്യൂമൻ 5 to ബോഡിയിൽ 5 to 6 liters. The sterilizers used for emergency sterilization in notice known as എന്താ പറയാ, ഫ്ലാഷ് സ്റ്റെറിലൈസർ. പെട്ടെന്ന് എമർജൻസി പെട്ടെന്ന് സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ പോയിട്ട് ഇതല്ല, പെട്ടെന്ന് വേണ്ട എമർജൻസി, അതിന് പറയാം ഫ്ലാഷ് സ്റ്റെറിലൈസർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് കവേർഡ് അണ്ടർ എ മെഡിക്കൽ ഇൻഷുറൻസ്? നമ്മൾ മെഡിക്കൽ ഇൻഷുറൻസിൽ എല്ലാം ഇതാവും, പക്ഷെ എന്നാൽ കോസ്റ്റ് ഓഫ് സ്പെക്സ് കണ്ണടയുടെ ചെലവ് മാത്രം അത് ഇതാവില്ല. ഇനി അടുത്തത് എക്സ്പാൻഡ് PSA. PSA എന്ന് പറഞ്ഞാൽ പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആന്റിജൻ. ഞാൻ അന്ന് പറഞ്ഞു പ്രോസ്റ്റേറ്റ് എന്ന് പറഞ്ഞാല് ആർക്കുണ്ടോ ഇത് പ്രോസ്റ്റേറ്റ്? ഹലോ, പ്രോസ്റ്റേറ്റ് ഓർഗൻ ആർക്കുണ്ട്? പ്രോസ്റ്റേറ്റ് എന്ന് പറഞ്ഞ സാധനം, പ്രോസ്റ്റേറ്റ് എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് ഇതില്ലേ നമ്മളെ ഇതുപോലെ എന്താ പറയാ, മറ്റേ നമ്മളെ ഇത് ആണുങ്ങൾക്ക് മാത്രം ഉണ്ടാകുന്ന പ്രോസ്റ്റേറ്റ്. ഇപ്പൊ കുറച്ച് വയസ്സായി കഴിഞ്ഞാൽ പ്രോസ്റ്റേറ്റ് യൂറിനേറ്റർ ഇതെല്ലാം വരും. അപ്പൊ പ്രോസ്റ്റേറ്റ് പ്രോബ്ലം എന്നെല്ലാം പറഞ്ഞില്ല. നിങ്ങൾക്ക് ഇപ്പൊ ഓവറിയെല്ലാം ഉണ്ടാകുന്നില്ലടാ, ഓവറി പോലെ. നിങ്ങൾ ലേഡീസിന് ഓവറി കേട്ടില്ലേ? ഓവറി അതേപോലെ ആണുങ്ങൾക്ക് ഉണ്ടാകുന്ന, പുരുഷനുണ്ടാകുന്ന പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്. അപ്പൊ ഈ കുറച്ചൊരു എബോവ് 45 എല്ലാം കഴിഞ്ഞാൽ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് വലുതാ. ഒരു വാൽനട്ടിന്റെ അത്രയും നോർമൽ സൈസ് ഉണ്ട്, ഒരു വാൽനട്ടിന്റെ സൈസ്. പക്ഷെ അത് ഏജ്ഡ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കുറച്ചും കൂടി വയസ്സാകുമ്പോൾ ആ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് വീക്കം വരും. അപ്പോൾ ഏറ്റവും കൂടുതൽ ആണുങ്ങൾക്ക് ഉണ്ടാകുന്ന ക്യാൻസർ ആണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉണ്ടാവും. അത് ഏറ്റവും ക്യൂറബിൾ ആണ്, പക്ഷെ അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഭയങ്കര സ്പ്രെഡ് ആവും. അപ്പോൾ അന്നേരം ആ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് എടുത്ത് കളയും. അങ്ങനെ ആ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ക്യാൻസറിൽ വന്നു കഴിഞ്ഞാൽ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് എടുത്ത് കളഞ്ഞിട്ടാകുമ്പോൾ ചില ആൾക്കാർ കാണുന്നില്ല, നമ്മൾ ഇത് യൂറിന്റെ സാധനം പാക്കറ്റ് വെച്ചിട്ടുണ്ടില്ലേ ചില ആൾക്കാർ, അറിയാം വയസ്സിലവർ നമ്മൾ പുറത്തേക്ക് ഉണ്ടാവും, യൂറിൻ ബാഗ് ഉണ്ടാവും അവരുടെ കയ്യിൽ. അപ്പോൾ അവർ 2 weeks എല്ലാം കൂടുമ്പോൾ അവർ ക്ലിയർ ആക്കിയിട്ട് പോരും. അപ്പോൾ അവർക്ക് എന്താ വെച്ചാൽ യൂറിൻ ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ പിടിച്ചിക്കാനില്ല, യൂറിനറി ഇങ്ങനെ ഇതാക്കും. അപ്പൊ ആ പ്രോസ്റ്റേറ്റ് ക്യാൻസർ വന്നിട്ട് റിമൂവ് ചെയ്യുമ്പോഴാണ് ഇതേപോലെ സാധനങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ഈ പ്രോസ്റ്റേറ്റിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ടെസ്റ്റിനാണ് പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആന്റിജൻ PSA ടെസ്റ്റ് ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? ഓക്കെ. അതേപോലെ ഓരോ ക്യാൻസറിനും ഓരോ ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ CA-125 എന്നെല്ലാം പറഞ്ഞാൽ നമ്മൾ ഒവേറിയൻ ക്യാൻസറിന് ഉപയോഗിക്കുന്ന ബ്ലഡ് ടെസ്റ്റ് ആണ് CA-125 എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അതേപോലെ പ്രോസ്റ്റേറ്റിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഉപയോഗിക്കുന്ന ബ്ലഡ് ടെസ്റ്റ് ബ്ലഡ് ആണ് PSA എന്ന് പറയും, പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആന്റിജൻ. മനസ്സിലായോ? പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി ആണുങ്ങൾക്ക് മാത്രമേ ഉണ്ടാവും, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ആണുങ്ങൾക്ക് മാത്രമേ ഉണ്ട്. റൈറ്റ് സൈഡ് ഈ ഭാഗത്ത് മാത്രമേ വരും, കുറച്ച് നമ്മളെ ഇതിന്റെ ബാക്കിലായിട്ട്, അബ്ഡോമിന്റെ കുറച്ച് താഴേക്ക് റൈറ്റ് സൈഡിൽ. ഓക്കെ. ഓപ്പറേറ്റിംഗ് റൂം ഈസ് ഡിവൈഡ് ഇൻ ടു എത്ര സോണാണ്? ഓപ്പറേറ്റിംഗ് റൂം എത്ര? 4 സോണായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി ലൈഫ് ഓഫ് ദി ഐറ്റം സ്റ്റെറിലൈസ്ഡ് ബൈ സ്റ്റീം ഓട്ടോക്ലേവ്. അപ്പോൾ സ്റ്റീം ഓട്ടോക്ലേവിൽ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യില്ലേ, അത് എത്ര വരെ ഉണ്ടാവുന്നത്? എന്നാ സ്റ്റീം ഓട്ടോക്ലേവ് ഉണ്ട്, നമ്മൾ സ്റ്റെറിലൈസേഷൻ കത്തിരിക്കുമ്പോൾ ചിലപ്പം ഇത് ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ 1 week ഉണ്ടാവും. ഇനി വാട്ട് ഈസ് ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് WBC ഇൻ ഹ്യൂമൻ ബ്ലഡ്? ഹ്യൂമൻ ബ്ലഡിൽ WBC വൈറ്റ് ബ്ലഡ് സെൽസിന്റെ മെയിൻ ഫംഗ്ഷൻ എന്താണ് മെയിൻ ഫംഗ്ഷൻ? ടു ഫൈറ്റ് ഇൻഫെക്ഷൻ ആൻഡ് ഡിസീസ്. ഇൻഫെക്ഷനെതിരെയും ഡിസീസിനെതിരെയും ഫൈറ്റ് ചെയ്യാം. ഇനി ആൻഡ് ഡാഷ് ഈസ് എ ഫെസിലിറ്റി വിത്തിൻ എ ഹോസ്പിറ്റൽ വേർ സർജിക്കൽ ഓപ്പറേഷൻസ് ആർ ക്യാരിഡ് ഔട്ട് ഇൻ എ അസെപ്റ്റിക് എൻവയോൺമെന്റ്. നമ്മൾ സാധാരണ ഒരു അസെപ്റ്റിക് ആയിട്ടുള്ള എൻവയോൺമെന്റിൽ നമ്മൾ സർജിക്കൽ ഓപ്പറേഷൻ ചെയ്യുന്നതിന് പറയാം ഓപ്പറേറ്റിംഗ് തിയേറ്റർ എന്ന് പറയും. ഇനി an extension over your existing health hospitalization policy. നമ്മളിപ്പോഴത്തെ നിലവിലെ നിങ്ങളെ ഹെൽത്ത് അല്ലെങ്കിൽ പോളിസി ഉണ്ടാവില്ല, ഹെൽത്ത് അല്ലെങ്കിൽ ഹോസ്പിറ്റലൈസേഷൻ പോളിസിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നതിന് എക്സ്റ്റൻഷൻ ചെയ്യാം. എക്സ്റ്റെൻഡ് ചെയ്യുന്ന നീട്ടുക. നമ്മൾ ടോപ്പ് അപ്പ് എന്ന് പറയുന്നില്ലേ, ടോപ്പ് അപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ കറന്റ് ലോൺ ഇല്ലടാ. ഇപ്പൊ ഒരു ലോൺ ഉണ്ട്, നമ്മൾ ഇപ്പൊ ക്ലിയർ ആയി കഴിഞ്ഞാൽ അവർ പറയും സാറേ നിങ്ങളെ ലോൺ ടോപ്പ് അപ്പ് ചെയ്യാം, നിങ്ങളെ ഇതെല്ലാം പേയ്മെന്റ് ക്ലിയർ ആകും. അപ്പൊ നമ്മൾ ആദ്യം കൂടുതൽ ലോൺ എടുക്കും. അതേപോലെ നിങ്ങളെ ഇപ്പോഴത്തെ പോളിസീന്റെ ഓൾറെഡി ഹെൽത്ത് പോളിസീന്റെ രണ്ടാമത് ടോപ്പ് അപ്പ് ചെയ്യാൻ പറയാം ടോപ്പ് അപ്പ് കവർ എന്ന് പറയും. ഓൾറെഡി ഇല്ലെങ്കിൽ കുറച്ചും കൂടി ഇതാക്കുക, എക്സ്റ്റെൻഡ് ചെയ്യുക. ഇനി വാട്ട് ഇസ് ദ ടേം യൂസ് ടു ഡിസ്ക്രൈബ് ലോ RBC കൗണ്ട്? നമ്മളെ റെഡ് ബ്ലഡ് സെൽസിന്റെ കൗണ്ട് കുറയുന്നതിന് പറയാം അനീമിയ. അപ്പൊ സാധാരണ നമ്മൾ RBC എത്ര വേണം? സാധാരണ ലേഡീസിന് എത്ര വേണം? നമ്മളിപ്പം ബ്ലഡിലും ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ കൗണ്ട് കുറവാന്നെല്ലാം പറയുന്നില്ലേ? അപ്പൊ എങ്ങനെ വേണ്ട ശരിക്കും? ഒരു ലേഡീസിന് എനക്കൊന്ന്
മിനിമം അത് 12 11 പോയിന്റ് സംതിങ് 11 അപ്പൊ ഒരു പിന്നെ 6 കുറഞ്ഞ സിവിയർ ആയി ചിലപ്പോൾ അവർ അൺകോൺഷ്യസ് അല്ല പെട്ടെന്ന് വീണു പോകും. ആണുങ്ങൾക്ക് എത്താൻ അപ് ടു 13 above ആയിട്ടും വേണം 13 up to 13 ആയിട്ടും വേണം. ഓക്കെ, അപ്പൊ RBC കൗണ്ട് കുറഞ്ഞതിന് പറയാം അനീമിക് എന്നെല്ലാം പറയുന്നില്ലേ, അനീമിയ എന്ന വിളർച്ച, നമ്മൾക്ക് ബ്ലഡ് ഇല്ലാണ്ട് ഇപ്പൊ. ഇനി ദി ഐറ്റം സ്റ്റെറിലൈസ്ഡ് ബൈ ഇറ്റിയോ സ്റ്റെറിലൈസസ് ക്യാൻ ബി യൂസ്ഡ്. ഇറ്റിയോ സ്റ്റെറിലൈസ് ചെയ്യുന്ന ഐറ്റംസ് എത്ര 6 months വരെ ഉപയോഗിക്കും. ഹൂസ് അറ്റ് ഹൈ റിസ്ക് ഫോർ നോസോകമൽ ഇൻഫെക്ഷൻ. ഞാൻ പറഞ്ഞില്ലേ നോസോകമൽ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ നോസോകമൽ ഇൻഫെക്ഷൻ എന്നാൽ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ. അത് ഹായ് നിങ്ങൾ കേട്ടിട്ടുണ്ട്, HAI, ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ. ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ നമ്മൾ ഹോസ്പിറ്റലിൽ നിങ്ങൾ പേഷ്യന്റിനെയും കൊണ്ട് പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ അവിടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ആള് അങ്ങനെ പറഞ്ഞാൽ ആർന്ന് ഇൻഫെക്ഷൻ വരും ഹോസ്പിറ്റലിൽ നിന്ന്, അതിന് പറയാം ഹായ് എന്ന് പറയും. അതുപോലെ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ അതിന് പറയാം നോസോകമൽ ഇൻഫെക്ഷൻ എന്ന് അതിന് പറയാം. നോസോകമൽ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ. അപ്പൊ ആരാണ് ഹയർ റിസ്ക് ഉള്ളത് നോസോകമൽ ഇൻഫെക്ഷൻ വരാൻ? പേഷ്യന്റ് വിത്ത് കോംപ്രമൈസ്ഡ് ഇമ്മ്യൂൺ സിസ്റ്റം. എന്നാണ് ഇമ്മ്യൂൺ സിസ്റ്റം പ്രതിരോധ ശേഷി കുറഞ്ഞവരില്ലേ, പ്രതിരോധ ശേഷി കുറഞ്ഞവർക്ക് പെട്ടെന്ന് ബാധിക്കും. ഇനി വാട്ട് ഇസ് ദ റോൾ ഓഫ് ഇംപ്രൂവ്ഡ് സാനിറ്റേഷൻ ആൻഡ് ഡിസ്ഇൻഫെക്ഷൻ പ്രാക്ടീസ് ഇൻ പ്രിവെന്റിംഗ് നോസോകമൽ ഇൻഫെക്ഷൻ? നോസോകമൽ ഇൻഫെക്ഷൻ തടയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് സാനിറ്റേഷൻ ചെയ്യേണ്ടത് എന്നാണ് അതിനെ കൊണ്ടുവന്ന കാര്യമല്ലേ നമ്മൾ ചെയ്യേണ്ടത്? എന്താണ് റോള്? ഈ നമ്മൾ സാനിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ റെഡ്യൂസിങ് ദ സ്പ്രെഡ് ഓഫ് നമ്മൾ നോസോകമൽ ഇൻഫെക്ഷൻ പരക്കുന്നത് സ്പ്രെഡ് ചെയ്യുന്നത് നിർത്താൻ പറ്റും, കുറക്കാൻ പറ്റും. Which type of marker is used to write the IPD number on MLC or death patient? നമ്മൾ ഓരോ ഫയലില്ലേ, നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയാൽ മനസ്സിലവിടെ ഫയൽ ഒന്നിക്കൽ വേർട്ടിക്കൽ ആയിട്ട് വെക്കും അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ആയിട്ട് വെക്കും. അപ്പോൾ നമ്മൾ ഈ MLC ഫയൽ എന്ന് പറഞ്ഞാൽ മെഡിക്കോ ലീഗൽ കേസ് എന്നാണ് അർത്ഥം. MLC മെഡിക്കോ ലീഗൽ കേസ്, മെഡിക്കോ ലീഗൽ കേസ് എന്നാണ്. അപ്പോൾ മെഡിക്കോ ലീഗൽ കേസ് അല്ലെങ്കിൽ ഡെത്ത് പേഷ്യന്റിന്റെ ഫയൽ ഉണ്ടാവും. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഒരു ഫയലാക്കി വെക്കൂലേ ഫയൽ, അപ്പൊ ആ ഫയലിന് എടുക്കുന്ന മാർക്കറാണ് റെഡ് മാർക്കർ ഉപയോഗിച്ചിട്ട് മാർക്ക് ചെയ്യുക. എന്നാണ് റെഡ് മാർക്കർ. മനസ്സിലാ? ഓരോന്നും അതിലുണ്ട്, റെഡ് ഉപയോഗിച്ചിട്ടാണ് മാർക്ക് ചെയ്യുക. ഇനി വാട്ട് ആർ ദി കോമൺ സോഴ്സ് ഓഫ് നോസോകമൽ ഇൻഫെക്ഷൻ? നോസോകമൽ ഇൻഫെക്ഷന്റെ എന്തെല്ലാം വരാൻ, എങ്ങനെയെല്ലാം വരാൻ പറ്റും? കണ്ടാമിനേറ്റഡ് മെഡിക്കൽ പ്രാക്ടീസ്. നമ്മൾ മലിനമായിട്ടില്ല, ഇപ്പം ചില ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞാൽ ക്ലീൻ ഒന്നും ഉണ്ടാവില്ല, വൃത്തിഹീനമായിട്ട് ചെയ്യുക, ആർന്ന് മെഡിക്കൽ പ്രാക്ടീസ് ചെയ്യുക. അതേപോലെ ദി ഹാൻഡ്സ് ഓഫ് ഹെൽത്ത് കെയർ വർക്കേഴ്സ്. നമ്മളെ എങ്ങനെ ഹാൻഡ്സ് ഓഫ് നേഴ്സായ ആർത്തെ ഹെൽത്ത് കെയർ വർക്കേഴ്സാ, ഒരു പേഷ്യന്റ് തൊട്ട് നേരെ ഗ്ലൗ ഒന്നും വേണ്ടത്ര ഇതൊന്നും ചെയ്യാണ്ട് അവരെന്താ മറ്റുള്ള പേഷ്യന്റിനെ വിടുക, ICUലും കയറി കഴിഞ്ഞു. അതേപോലെ ഹാൻഡ്സ് ഓഫ്, പിന്നെ സെൽഫ് ഇൻഫെക്ഷൻ, നമുക്ക് സ്വന്തം ഇൻഫെക്ഷൻ ആവും. ഇത്രയും കാര്യങ്ങളാണ് പിന്നെ കോമൺ സോഴ്സ്. നോസോകമൽ ഇൻഫെക്ഷൻ മനസ്സിലല്ലേ, ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ ആണ്. അത് വരാൻ മെയിൻ കാരണങ്ങൾ വെച്ചാൽ കണ്ടാമിനേറ്റഡ് മെഡിക്കൽ പ്രാക്ടീസ്, ദി ഹാൻഡ്സ് ഓഫ് ഹെൽത്ത് കെയർ വർക്കേഴ്സ്, പിന്നെ സെൽഫ് ഇൻഫെക്ഷൻ. ഇത്ര വരെ പോരെ? 80 ആയില്ലേ? ഇത് നാളെ പഠിച്ചിട്ട് മിസ് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കുമല്ലോ. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കണേ, എന്നാലേ കിട്ടൂലേ, ചോദിച്ചാലേ കിട്ടൂലേ, മറന്നു. യു വിൽ ഫോർഗെറ്റ് എവറിത്തിങ്. ഓക്കെ ഓക്കെ, സീ യു ടുമോറോ. ഞാൻ അതിന്റെ അയച്ചുതരാം കേട്ടോ. മറ്റേ ഇതിന് എന്നാ പേര് നമ്മളെ ഐ ഫോർഗോട്ട് ദാറ്റ്. അപ്പോസ്ട്രോഫ്. Just remind me also, just remind me. I will send you. Okay? See you. Have a nice day. Bye.